എവറിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. എല്ലാം നല്ലതിന് വേണ്ടിയാണ് സംഭവിക്കുന്നത്, കുഴപ്പമില്ല. അപ്പൊ ഇന്ന് ജൂൺ മാസം 21-ാം തീയതി നല്ലൊരു പ്രഭാതമാണ്. മോർണിംഗ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു ഗ്രീറ്റ് സ്പെഷ്യൽ പീപ്പിൾ എന്നാണ് പറയുന്നത്. മോർണിംഗ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു ഗ്രീറ്റ് ബെസ്റ്റ് പീപ്പിൾ, അത് ഓർ സ്പെഷ്യൽ പീപ്പിൾ എന്നാ പറയാ. എന്തായാലും ഈ ദിവസം ഇങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് ഉദയകരണം എന്ന പേരിൽ നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തി ഡോക്ടർ രാജൻ സാറിനെയാണ് നമുക്ക് കിട്ടിയത്. രാജൻ സാറിന്റെ ഒക്കെ മുമ്പ് നിൽക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് അറിയില്ല. എന്തായാലും ഈ ഒരു സിസ്റ്റം, RCM എന്ന മഹത്തായ ഒരു സിസ്റ്റം ഇന്ന് ഇത്രയും ആൾക്കാർ 681 പേര് 680ഓളം ആൾക്കാർ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ എന്നെ പ്രാപ്തനാക്കിയാനുള്ളതാണ്. ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല, സംസാരിക്കുന്ന ആയിരുന്നില്ല. കാരണം ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു എൻ്റെ ജോലി. എൻ്റെ പേര് ബാബു എംറ്റി. ഞാൻ സ്വന്തം സ്ഥലം, ഞാനും സന്തോഷം പത്തനംതിട്ട ഡിസ്ട്രിക്റ്റുകാരാണ്. വളരെ ചെറിയ പ്രായത്തിൽ 18ാമത്തെ വയസ്സിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലിക്ക് പോയ ആളാണ്. 38ാമത്തെ വയസ്സിൽ പെൻഷനായ ആളാണ്. 38 വർഷത്തിന് ശേഷമാണ് ഞാൻ ബിസിനസ്സിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത്. അതുവരെ ബിസിനസ് എന്താണെന്നോ ബിസിനസിനെ പറ്റി യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു. അതിനുശേഷം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. സന്തോഷ് സാർ പറഞ്ഞതുപോലെ ഒരു ട്രഡീഷണൽ ബിസിനസ് തുടങ്ങി. 2 വർഷമേ അതിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ ബിസിനസ് അവസാനിപ്പിച്ച സമയത്താണ് ഒരു പൈസ പോലും മുടക്കാതെ, ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഈ ബിസിനസ് ചെയ്യാമെന്ന് എൻ്റെ അപ്ലൈനായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സഫയർ മൂർത്തി സാറാണ് എന്നെ ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നതും ബാലപാഠങ്ങളൊക്കെ പറഞ്ഞു തന്നതും ഈ ബിസിനസ്സിൽ എന്നെ നിലനിർത്തിയതും. ഒരു സംശയം വേണ്ട, മൂർത്തി സാറാണ്. മൂർത്തി സാറിന് വേണ്ടി എല്ലാവർക്കും വേണമെങ്കിൽ ഇരിക്കുന്നിടത്ത് നിന്ന് കൈയടിക്കാം. കാരണം കേരളത്തിൽ RCM ഇത്രയധികം ജനകീയമാക്കിയ അദ്ദേഹത്തിന്റെ വലിയൊരു എഫേർട്ടാണ്. ഇപ്പോഴും ഒരു യാത്രയിലാണ്, കുട്ടിക്കാലത്തേക്കുള്ള യാത്രയിലാണ്. കുറച്ചു മുമ്പ് എന്നെ വിളിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ RCM എന്ന സംവിധാനം, ഒരു വ്യക്തി വളരുന്നത് അവന്റെ ശ്രമം കൊണ്ട് മാത്രമല്ല. അവനുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും അവനെ വളർത്തുന്നതിൽ പങ്കുണ്ട്. ഓരോരുത്തരുടെയും ജീവിത വിജയത്തിന് പിന്നിൽ മറ്റുള്ളവർ നൽകുന്ന അംഗീകാരവും സഹായവും നല്ല വാക്കുകളും ഉണ്ടെന്ന്. ഇതാണ് ശരിക്കും ഒരു വ്യക്തിയെ വളർത്തുന്നത്. ഇന്ന് നമുക്കൊക്കെ അറിയാം, ജൂൺ മാസം 21 ഇന്റർനാഷണൽ യോഗാ ദിനമാണ്. 2014 തോന്നുന്നു, 2014 ഡിസംബർ 11 ഇങ്ങനെ ഒരു ദിവസം ജൂൺ 21 യോഗാ ദിനമായിട്ട് പ്രഖ്യാപിച്ചത്. ഇപ്പൊ 2024 യോഗയെ പറ്റി എന്താണ് ഈ വർഷത്തെ യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി, സമൂഹത്തിനും സ്വന്തമായിട്ടും സമൂഹത്തിനും വേണ്ടിയുള്ള. ഇറ്റ് ഹൈലൈറ്റ്സ് ഹൗ യോഗ നോട്ട് ഓൺലി enhances personal health but also contributes to social well-being. ഇപ്പൊ ഇന്റർനാഷണൽ യോഗ ഡേയിലാണ് നമ്മൾ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. സാധാരണ എല്ലാ ദിവസവും ഞാൻ അല്പം യോഗ ചെയ്യുന്നതാണ്. ഇന്ന് ഇതിനുള്ള സമയം കിട്ടിയില്ല. ഇനി ഇതിന് ശേഷം വേണം യോഗ ചെയ്യാൻ. കാരണം നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മളെല്ലാം ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അഭിവൃദ്ധിയാണ്. ജീവിതം ഇന്നലത്തേക്കാൾ മെച്ചപ്പെടണം, കഴിഞ്ഞ നിമിഷത്തേക്കാൾ മെച്ചപ്പെടണം, എപ്പോഴും മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഹാപ്പിനെസ് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണം. എന്താണ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ? ഹാപ്പിനെസ് ഈസ് ആക്സെപ്റ്റിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ അപ്സ് ആൻഡ് ഡൗൺസ് ഓഫ് ലൈഫ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചകളെയും താഴ്ചകളെയും സ്വീകരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഹാപ്പിനെസ്. ഇപ്പൊ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഉയർച്ചകളും താഴ്ചകളും എല്ലാം കൂടെ കൂട്ടിയതാണ്, ഒരു സമ്മിശ്രമാണ്. ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ചയാളാണ്. 6 മക്കളുള്ള ഒരു കർഷക കുടുംബം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാം. ഒരു ഗ്രാമത്തില്, ചെറിയ ഗ്രാമം, വെച്ചുച്ചിറ എന്ന് പറയും, ഒരുപക്ഷെ ആരും കേട്ടിട്ടുണ്ടാകും, എരുമേലിക്ക് അടുത്താണ്. വളരെ സാധാരണ രീതിയിൽ പഠിച്ചതിന് ശേഷമാണ് എനിക്ക് ഈ ജോലി കിട്ടിയത്. 20 വർഷത്തെ ജോലിയിൽ നിന്നും ഞാൻ കുറെ പാഠങ്ങൾ പഠിച്ചു. കാരണം വളരെ ചെറിയ പ്രായത്തിൽ പട്ടാളത്തിൽ ജോലിക്ക് പോവുക, ഡിസിപ്ലിൻഡ് ലൈഫായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ജീവിതം പോലും കാണാത്ത സമയത്ത് ഒരു ജോലിയിൽ പ്രവേശിക്കുക, അതിന്റെ തിക്താക്കും എന്ന് പറയാൻ പറ്റില്ല. കാരണം പട്ടാളത്തിൽ പോകുന്ന ഒരു പാട്ട് പാടാറുണ്ട്. ഞങ്ങളൊക്കെ പട്ടാളത്തിൽ പാട്ട് പാടാറുണ്ട്. കുറെ ആൾക്കാരുണ്ട്. പട്ടാളം പരമസുഖം, പട്ടിണിയാണ് അതിലും ഭേദം എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ പാടിയിട്ടുള്ളവരാണ്. കാരണം കിട്ടുന്ന വരുമാനം ഒന്നിനും തികയാത്തൊരവസ്ഥ. എന്നാൽ കിട്ടുന്ന വരുമാനം മുഴുവൻ അടിച്ചു തീർക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ 20 വർഷം ജീവിതത്തിൽ മുന്നോട്ട് പോയി. പെൻഷൻ പറ്റിയപ്പോഴാണ് മനസ്സിലായത് ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല എന്ന് മനസ്സിലായത്. എങ്ങനെയാണ് ഒരു ബിസിനസ് തുടങ്ങിയതും
അതും 8 നിലയിൽ പൊട്ടിയപ്പോൾ കയ്യിലുണ്ടായിരുന്ന പൈസ മുഴുവൻ തീർന്നു. നെഗറ്റീവായി, മൈനസിലേക്ക് പോയി. സീറോയിൽ നിന്നല്ല, ഞാൻ ആർസിഎം ബിസിനസ് തുടങ്ങുന്നത് സീറോയിൽ നിന്നല്ല, മൈനസിൽ നിന്നാണ്. -4.5 ലക്ഷം. 2010 4.5 ലക്ഷം രൂപ കടത്തിൽ നിന്നുമാണ് ഞാൻ ആർസിഎം ബിസിനസ് തുടങ്ങുന്നത്. അപ്പം എല്ലാവരും പറയുന്നത് സീറോയിൽ നിന്നുമാണ്. ആർസിഎം സീറോയിൽ നിന്ന് ഹീറോയിലേക്കാന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് സീറോയിൽ നിന്നല്ല, എന്നെ മൈനസിൽ നിന്നുമാണ് ഹീറോയിലേക്ക് മാറ്റിയത്. അങ്ങനെ 4 ലക്ഷത്തോളം രൂപ കടന്നു നിന്ന സമയത്താണ് 2010 ആർസിഎമ്മിൽ സജീവമായത്. എന്നെ ആർസിഎമ്മിൽ സജീവമായത് എന്റെ അപ്ലൈനാണ്, മൂർത്തി സാറാണ്. മൂർത്തി സാർ എന്നെ നിർബന്ധപൂർവം അദ്ദേഹത്തിൻ്റെതായ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു മീറ്റിംഗിൽ പങ്കെടുപ്പിച്ചു. അത് ഗോപകുമാർ സാറിന്റെ മീറ്റിംഗ് ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ആർസിഎമ്മിൽ ഉണ്ടാകില്ലായിരുന്നു. അപ്പൊ മീറ്റിംഗ്സിന്റെ പ്രാധാന്യം അത്ര പ്രാധാന്യമുള്ളതാണ്. മീറ്റിംഗ്സിനെ പറ്റി കേൾക്കുമ്പോൾ പല ആൾക്കാർക്കും അലർജിയാണ്, മീറ്റിംഗിൽ എന്തിനാണ് ഇങ്ങനെ ദിവസവും പങ്കെടുക്കുന്നത്. ഇന്നലെ ഞാൻ അടൂര് സുരേഷ് സാറ്, നമ്മുടെ ന്യൂട്രിചാർജിന്റെ എക്സ്പേർട്ട് ട്രെയിനറായിട്ടുള്ള ന്യൂട്രിചാർജിന്റെ സുരേഷ് സാറിന്റെ പ്രോഗ്രാമിൽ ഇന്നലെ ഞാൻ പങ്കെടുത്തു. ഇന്നും ഞാൻ പങ്കെടുക്കുന്നുണ്ട്. അതേ പ്രോഗ്രാം സുരേഷ് സാറിന്റെ പ്രോഗ്രാം കോട്ടയത്ത് മാങ്ങാനത്തുണ്ട്, അതിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെ പ്രോഗ്രാം മല്ലപ്പള്ളിയിലുണ്ട്. 3 മീറ്റിംഗിലും പങ്കെടുക്കുന്നുണ്ട്. ഒരേ ആള് നടക്കുന്ന പ്രോഗ്രാം 3 മൂന്നിലും പങ്കെടുക്കുന്നതിന്റെ കാരണം എന്താണ്? 2010 എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചറിവാണ്, മീറ്റിങ്ങുകളാണ് ഈ ബിസിനസ്സിൽ വിജയിക്കാനുള്ള ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത്. മീറ്റിങ്ങുകൾക്ക് അത് കഴിഞ്ഞ ആഴ്ചയിൽ, കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് സൗത്ത് സോണൽ ഹെഡായിട്ടുള്ള നമ്മുടെ പ്രവീൺ കുമാർ സാർ, അദ്ദേഹം കേരളത്തിൽ വന്ന് കുറച്ച് മീറ്റിങ്ങുകളൊക്കെ തന്നു. PUC ഓണേഴ്സിന്റെ മീറ്റിംഗ് തന്നു. അതിൽ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയായിരുന്നു. മനുഷ്യ ശരീരത്തിന് ഓക്സിജൻ എത്ര വിലപ്പെട്ടതാണോ അത്ര വിലപ്പെട്ടതാണ് ആർസിഎം സിസ്റ്റത്തിന് മീറ്റിങ്ങുകൾ. ഇതിനെപ്പോൾ എനിക്കൊന്നും പറയാനില്ല മീറ്റിങ്ങുകളെ പറ്റി. മനുഷ്യ ശരീരത്തിന് ഓക്സിജൻ എത്ര വിലപ്പെട്ടതാണോ അത്ര പ്രധാനപ്പെട്ടതാണ് മീറ്റിങ്ങുകൾ എന്നുള്ളത്. 2010 ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തതിനു ശേഷം എന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഉദ്ദേശിച്ചതുപോലെ ബിസിനസ് മുന്നോട്ട് പോകുന്നില്ല. ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല. കാരണം ഇന്ന് കാണുന്ന ആർസിഎം ആയിരുന്നില്ല ഞാൻ 2010 കണ്ടത്. കേവലം 100ഓളം പ്രൊഡക്റ്റുകൾ മാത്രം. പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞു തരാൻ അറിയാവുന്നത്, എനിക്കറിയാവുന്ന ഒരേ ഒരു വ്യക്തി മൂർത്തി സാർ മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റിനെ പറ്റി പറയാൻ അറിയില്ല. കാരണം എന്റെ അപ്ലൈൻ 2 പേരുണ്ട്. ഗോപകുമാർ സാറ്, അദ്ദേഹം ബാംഗ്ലൂരിലായിരുന്നു. എന്റെ ഇമ്മീഡിയറ്റ് അപ്ലൈൻ ബിനു സാർ ഗൾഫിലായിരുന്നു. പിന്നെയുള്ള ഒരേ ഒരു അപ്ലൈൻ മൂർത്തി സാറായിരുന്നു. അപ്പൊ ഈ എന്റെ ഏറ്റവും വലിയ വിജയത്തിന്റെ രഹസ്യം അത് തന്നെയാണ്. എന്റെ 3 അപ്ലൈൻസ്മാരും എനിക്ക് കേരളത്തിലില്ലായിരുന്നു, അല്ലെങ്കിൽ എന്റെ അടുത്തില്ലായിരുന്നു. ഒരാള് ബാംഗ്ലൂരില്, ഒരാള് ഗൾഫില്, മൂർത്തി സാർ അന്ന് എറണാകുളത്ത്. ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ സൗകര്യമൊന്നുമില്ല. അന്ന് അങ്ങോട്ട് ഫോൺ വിളിച്ചാൽ, മൊബൈലിൽ അങ്ങോട്ട് വിളിച്ചാൽ കാശ് കൊടുക്കണം, ഇങ്ങോട്ട് വിളിച്ചാലും കാശ് കൊടുക്കണം. ഇപ്പം എയർഫോഴ്സിൽ നിന്ന് റിട്ടയർമെന്റ് എടുത്ത് വന്ന ഒരു പെൻഷനറായ എന്റെ കയ്യിൽ പൈസ ആയിരുന്നില്ല. അപ്പൊ അങ്ങോട്ട് വിളിക്കുന്ന ശീലം വളരെ കുറവായിരുന്നു. കാരണം പൈസ മുടക്കാതെ അങ്ങോട്ട് വിളിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങോട്ട് ആരെങ്കിലും വിളിച്ചാൽ മാത്രം കൂടുതൽ സംസാരിക്കും. മൂർത്തി സാറിന്റെ അല്പം സ്വല്പം പാഠം ഉണ്ടായിരുന്നു എനിക്ക്. കാരണം അന്ന് മൂർത്തി സാർ റോയൽ ടീച്ചറോലെ ആയിരുന്നിരിക്കും. അപ്പൊ അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചാലായിരുന്നു കൂടുതൽ സംസാരിക്കുക. അങ്ങോട്ട് സംസാരിക്കുന്ന ശീലം കുറവായിരുന്നു. അതിന്റെ കാരണം അതായിരുന്നു, പണത്തിന്റെ അഭാവം തന്നെയായിരുന്നു. അങ്ങനെ 2010 ആദ്യമായിട്ട് മൂർത്തി സാർ എന്നെ ഒരു മീറ്റിംഗിൽ പങ്കെടുപ്പിക്കുന്നത്. ആ മീറ്റിംഗിൽ ഇരുന്നുകൊണ്ട് അതിൽ 13 പേരോളം ഉണ്ടായിരുന്നു. ആ 13 പേരിൽ 12 പേര് ആർസിഎം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പിന്നീട് അവരാരെയും കണ്ടിട്ടില്ല. അന്ന് എത്രയും പെട്ടെന്ന് ആ മീറ്റിംഗിൽ രക്ഷപ്പെടണമെന്ന് കരുതി പോയ ഞാൻ ഏറ്റവും ബാക്കിലാണ് ആ മീറ്റിംഗ് ഇത് കേട്ടത്. പക്ഷെ ഗോപകുമാർ സാറിന്റെ ആ മീറ്റിംഗ് എന്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടാക്കി. ആ മീറ്റിംഗിൽ ഇരുന്നുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു, ഈ ബിസിനസ് എനിക്ക് വേണ്ടിയുള്ളതാണ്. കാരണം ഞാൻ ചെയ്തുകൊണ്ട ബിസിനസ് പൊട്ടി പാളിഷ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മീറ്റിംഗ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. അതിനുശേഷമാണ് ഒരു തീരുമാനമെടുത്തത്, എനിക്കും ജീവിതത്തിൽ എനിക്കിത് നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ എനിക്ക് നേടാൻ പറ്റാതിരുന്ന കുറെ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ഇതിനപ്പുറം ഒരു സംവിധാനമില്ല എന്ന് എനിക്ക് ബോധ്യം വന്നപ്പോൾ ഞാൻ സ്വയം എടുത്ത തീരുമാനമാണ് ആർസിഎം ബിസിനസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ആർസിഎം ബിസിനസ് ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? പ്രൊഡക്റ്റിന്റെ ലഭ്യത ഉറപ്പാക്കണം. അന്ന് കോട്ടയത്ത് ഒരു ബസാറുണ്ട് ആർസിഎമ്മിൻ്റെത്. ഏകദേശം 10-12 കിലോമീറ്റർ ദൂരെയാണ്. അന്ന് എനിക്കൊരു മാരുതി 800 കാറാണ് ഉള്ളത്. ആ മാരുതി 800 കാറുമായിട്ട് കോട്ടയത്ത് ചെന്നിട്ട് ഏകദേശം 15,000 രൂപയുടെ സാധനം എന്റെ കാറിൽ വാങ്ങി വെച്ചുകൊണ്ടാണ് ഞാൻ എന്റെ ബിസിനസ് തുടങ്ങുന്നത്. ഒരുപക്ഷെ അതായിരിക്കും കോട്ടയം മേലെ ആദ്യത്തെ PUC എന്ന് പറയുന്നത്. അന്ന് അറിയാം, ഉള്ള പ്രൊഡക്റ്റ് ആട്ട, എണ്ണ, ഇതുപോലെ വലിയ പ്രൊഡക്റ്റുകളാണ്. അപ്പൊ ഇത് വെക്കണമെങ്കിൽ ഒരു മാരുതി 800 ഉൾക്കൊള്ളാവുന്നതിനപ്പുറമാണ് 15,000 രൂപയുടെ സാധനം. അത് കാറിന്റെ ഏറ്റവും ബാക്കില് ഡിക്കിയിലാണ് കുറെ സാധനങ്ങൾ വെച്ചു. നടുക്കത്തെ അവിടെയാണ് ഒരു ചാക്ക് ആട്ട ഇട്ടിരുന്നത്. അന്ന് 5 കിലോയുടെ ആട്ട മാത്രമേ ഉള്ളൂ. 2 പെട്ടി എണ്ണ എപ്പോഴും വെക്കുന്നത് ഫ്രണ്ട് സീറ്റിൽ, ഡ്രൈവറുടെ തൊട്ടിപ്പുറത്ത് സീറ്റ്. എന്ന് പറഞ്ഞാൽ ആർസിഎമ്മിന്റെ തുടക്ക സമയത്ത് എന്റെ വൈഫിന് കൂട്ട് 2 പെട്ടി എണ്ണയും എന്റെ മക്കൾക്ക് കൂട്ട് 2 ആൺമക്കളാണ് ആട്ടയും ചാക്കുമായിരുന്നു. അന്ന് ആരും പറഞ്ഞു തന്നിട്ടില്ല അങ്ങനെ ചെയ്തത്.
അന്ന് ഹോം ഡിസ്പ്ലേ വാളോ പ്രൊഡക്റ്റ് കോർണറോ യാതൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇതൊന്നും ഉണ്ടെന്ന് അറിയത്ത് പോലുമില്ല. അങ്ങനെ തുടങ്ങിയ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പോയാലും എൻ്റെ കാറിനകത്ത് ഏകദേശം 10-15,000 രൂപയുടെ സാധനം, ഈ സാധനമായിട്ട് എവിടൊക്കെ പോകാമോ. അപ്പൊ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ചെറിയാൻ തോമസ് സാറിനെ ഞാൻ കാണുന്നുണ്ട്. 108 കിലോമീറ്റർ ദൂരെയുള്ള കുമളിയിൽ ഞാൻ സാധനമായിട്ട് കോട്ടയത്ത് നിന്ന് പോകും. അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് ഡ്രസ്സ് ചെയ്യിച്ച് ഞങ്ങൾ ആ മേഖലയിൽ പോയി. ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, കാറിനകത്തുള്ള സാധനം മുഴുവൻ വിൽക്കണം. അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ലാഭം, കാരണം വണ്ടിക്കൂലിയൊക്കെ കഴിഞ്ഞാൽ വളരെ തുച്ഛമായ ലാഭം കിട്ടുന്നു. എങ്ങനെയെങ്കിലും ഈ സാധനം വിൽക്കുക. ഒരു ദിവസം 10,000 രൂപയുടെ സാധനം വിറ്റിട്ടുണ്ട്, 25,000 രൂപയുടെ സാധനം വിറ്റിട്ടുണ്ട്, 30,000 രൂപയുടെ ഒരു സാധനം വിറ്റിട്ടുണ്ട്. കാരണം വിൽക്കുക എന്നുള്ളതായിരുന്നു. അന്ന് ഇതുപോലെ RCMൽ സ്റ്റാർ എമറാൾഡ് ആകുമെന്നോ അല്ലെങ്കിൽ RCMൽ ലക്ഷങ്ങൾ കിട്ടുമെന്നൊന്നും അറിഞ്ഞിട്ടല്ല. കാരണം ഞാൻ 2010 RCM ബിസിനസ് തുടങ്ങുമ്പോൾ കേരളത്തിൽ എമറാൾഡ് എന്നൊരു പിൻ ലെവൽ ഇല്ല. അപ്പൊ എമറാൾഡിനെ കണ്ടിട്ടില്ല, എമറാൾഡ് കിട്ടുന്ന വരുമാനം അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഞാനന്ന് കണ്ടിട്ടുള്ള റോയൽ ടച്ച് വരെ മാത്രമാണ്. റോയൽ ടച്ച് വരെ 25,000 രൂപ കിട്ടും. ഇതായിരുന്നു ആകെയുള്ള പരിമിതമായ അറിവ് എന്ന് പറഞ്ഞത്. അപ്പൊ ഒന്നും അറിയാതെയാണ് സത്യം പറഞ്ഞ ബിസിനസ്. ഞാൻ RCM ബിസിനസ് വന്നതിന് ശേഷം RCMൽ ബിഗിനർ ലെവൽ ഞാൻ എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ബിഗിനർ ഞാൻ ആയിട്ടില്ല. ഞാൻ സ്റ്റാർട്ടർ ലെവൽ എന്താണെന്ന് കണ്ടിട്ടില്ല, അതുകൊണ്ട് സ്റ്റാർട്ടർ ആയിട്ടില്ല. ഓപ്പണർ ലെവൽ എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു, ഓപ്പണർ ആയതുപോലും ഞാൻ അറിഞ്ഞിട്ടില്ല. ഈഗിൾ ആയപ്പോഴാണ് ആദ്യമായിട്ട് എനിക്ക് എൻ്റെ കൈകളിൽ ഒരു ട്രോഫി പിടിപ്പിച്ചു തരുന്നത്. അന്നാണ് RCMൽ ഈഗിൾ ലെവൽ ഉണ്ടെന്ന് തന്നെ മനസ്സിലാകുന്നത്. അപ്പം ഈ ലെവലുകൾക്ക് വേണ്ടി ഒന്നുമല്ല RCM ബിസിനസ് ചെയ്തത്. ജീവിതത്തിൽ കുറെ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഒരു സംവിധാനമാണ് RCM എന്നുള്ളൊരു തിരിച്ചറിവ് മാത്രമേ അന്ന് എനിക്കുണ്ടായിരുന്നു. തുടക്ക സമയത്ത് ജീവിതം പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടതായിരുന്നു. എല്ലാവരും പറയുന്നുണ്ട് RCMനെ ഇഷ്ടപ്പെട്ട് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു RCMനെ ഞാൻ ആദ്യം കഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്തത്. രാവിലെ 5:30-ക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പല ദിവസങ്ങളിലും രാത്രി വീട്ടിലെത്തുന്നത് 10 മണിക്കും 11 മണിക്കും 12 മണിക്കും ഒക്കെ 2 മണിക്കൊക്കെ വന്ന ദിവസങ്ങളുണ്ട്. അപ്പൊ അന്ന് കഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്തത്. പക്ഷെ ഇന്ന് RCMനെ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ കാരണം എന്താണ്? ഇന്ന് അക്കൗണ്ട് നിറയെ RCM തരുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇന്ന് യാത്ര ലക്ഷറി കാറിലാണ്, ടാറ്റയുടെ ഹാരിയർ കാറിലാണ് ഇന്ന് യാത്ര ചെയ്തത്. അപ്പൊ ഇപ്പം ലൈഫ് എന്താണ് ലക്ഷറിയസ് ആകാൻ കാരണം അന്നെടുത്ത ആ പെയിനാണ്. അന്ന് RCMൽ ശരിക്കും കുറെ പെയിൻ എടുക്കേണ്ടി വന്നു. അപ്പൊ RCM ബിസിനസ് എന്നൊരു സംവിധാനം നമുക്കറിയാം. അതിനെ പരിചയപ്പെടുമ്പോൾ അത് തരുന്ന നേട്ടങ്ങൾ എന്താണ്? ശരിക്കും ഒന്ന്, ആരോഗ്യ പരിരക്ഷ. കഴിഞ്ഞ 14 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ്, RCM എന്നിട്ട് 14 വർഷത്തെ നീണ്ട എക്സ്പീരിയൻസ് ഉണ്ട്. കഴിഞ്ഞ 14 വർഷത്തിനിടയ്ക്ക് ഞാൻ ഒറ്റ തവണ മാത്രമേ ആശുപത്രിയിൽ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയിട്ടുള്ളൂ. അത് ഞാൻ സ്വയം പോയതല്ല. എനിക്കൊരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായപ്പോൾ എന്നെ നാട്ടുകാർ ആംബുലൻസിൽ ഇട്ട് കൊണ്ടുപോയതാണ്. അതാണ് എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 14 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. ഹോസ്പിറ്റലിൽ കിടന്ന് ആകെപ്പാടെ 3-4 ദിവസങ്ങൾ. അന്ന് കുറെ മരുന്നുകൾ എൻ്റെ ദേഹത്ത് കുത്തിവെക്കുകയും ഗുളികയായിട്ടൊക്കെ തന്നിട്ടുണ്ട്, കാരണം വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ എന്നാണോ ആശുപത്രിയിൽ തന്നെ ഡിസ്ചാർജ് ചെയ്ത് അന്ന് ഞാൻ മരുന്ന് കഴിക്കുന്നത് നിർത്തുകയും ചെയ്തു. അല്ലാതെ ജീവിതത്തിൽ കഴിഞ്ഞ 14 വർഷമായിട്ട് ഒരു മരുന്ന് പോലും കഴിക്കേണ്ട ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത് RCM തന്ന ഉറപ്പാണ്. ആരോഗ്യ സംരക്ഷണം എന്ന് RCM പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ അതിന് ഞാൻ ചെയ്തത് എന്താണ്? 100% RCMന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഞാൻ എടുത്ത ആദ്യത്തെ തീരുമാനം അതാണ്. ഞാനൊരു തീരുമാനം എടുത്തു, ആ തീരുമാനത്തിനനുസരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ചില സ്റ്റെപ്സ് എടുക്കണമെന്ന് എനിക്ക് മനസ്സിലായി. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ ഹാർഡസ്റ്റ് വൺ എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ ഹാർഡസ്റ്റ് വൺ. അതുകൊണ്ട് മേക്ക് ഇറ്റ് ഇൻ ടു സ്മോൾ സ്റ്റെപ്സ് എന്ന് പറയുന്നതിന് കാരണം അതാണ്. അങ്ങനെ ഞാൻ പതുക്കെ ചെറിയ ചെറിയ തീരുമാനങ്ങളിലേക്ക് വന്നു. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? എവിടെ നിന്നാണോ ഞാൻ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത് അത് ഒഴിവാക്കാൻ തീരുമാനിച്ചു. ഞാൻ സാധാരണ സാധനങ്ങൾ 2010 വരെ വാങ്ങിക്കൊണ്ടിരുന്നത് ഇന്ത്യൻ മിലിറ്ററി ക്യാൻറ്റീനുകളിൽ നിന്നായിരുന്നു. അതിനുശേഷം മിലിറ്ററി ക്യാൻറ്റീനിൽ കിട്ടാത്ത സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത് സപ്ലൈകോ അല്ലെ മാവേലി സ്റ്റോറിൽ നിന്നായിരുന്നു, റേഷൻ കടയിൽ നിന്നായിരുന്നു. 2010 എടുത്ത സുപ്രധാനമായ എൻ്റെ ബിസിനസിന്റെ അടിത്തറ എന്ന് പറയുന്നത് അതാണ്. അവിടെയാണ് അടിത്തറ പഴകാൻ തുടങ്ങിയത്. 2010 സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തു, ഇനി മേലിൽ ക്യാൻറ്റീനിൽ പോയി ഒരു സാധനം വാങ്ങില്ല. അതിനുശേഷം കഴിഞ്ഞ 14 വർഷമായിട്ട് മിലിറ്ററി ക്യാൻറ്റീനിൽ പോവുകയോ ഒരു സാധനം വാങ്ങുകയോ ചെയ്തിട്ടില്ല. കാരണം ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാം, ഒരു 4 ബോട്ടിൽ ലിക്കർ എല്ലാ മാസവും കിട്ടും. അത് കൊടുത്താൽ കുറച്ച് കാശും കിട്ടും. ആൾക്കാർ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് ക്യാൻറ്റീനിൽ പോയി സാധനം വാങ്ങി അതിന്റെ ലാഭം തന്ന് വിടുന്ന ഒരു ശീലം പോലും ഉണ്ടായിരുന്നു. പക്ഷെ 2010 ശേഷം അതെല്ലാം ഉപേക്ഷിച്ചു 100% RCM പ്രൊഡക്റ്റിലേക്ക് മാറി എന്നുള്ളതാണ്. എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ ഓണ സമയത്ത് എൻ്റെ വീട്ടില് ഞങ്ങൾ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി 100% RCMന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാണ്. വിഷുവിന് സദ്യ ഒരുക്കി 100% RCMന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാണ്. മറ്റൊരു പ്രൊഡക്റ്റും വീട്ടിൽ കയറ്റില്ല. അത്ര കമ്മിറ്റ്മെന്റോടുകൂടി RCM ബിസിനസ് ഏറ്റെടുക്കാൻ ഒരു വ്യക്തിക്ക് കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, അവർക്ക് ജീവിതത്തിൽ സക്സസ് ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമുണ്ട്.
അങ്ങനെ 2010 തുടങ്ങിയ ഒരു യാത്രയാണ് ഇന്ന് ആർസിഎമ്മിൽ എന്നെ സ്റ്റാർ എമറാൾഡ് എന്ന പിൻ ലെവലില് റൈസിംഗ് കോറിയർ എന്ന ലെവലിലേക്ക് എത്തിച്ചെങ്കിൽ അതിന്റെ പുറകിൽ ശരിക്കും ഒരു കഠിനാധ്വാനം തന്നെയുണ്ട്. സിസ്റ്റത്തിലുള്ള ആ വിശ്വാസം, കാരണം സിസ്റ്റം ഈസ് ദ മോസ്റ്റ് പവർഫുൾ തിങ്. ഈ സിസ്റ്റമാണ്, ഞാനല്ല പവർഫുൾ, സിസ്റ്റമാണ് പവർഫുൾ. ആർസിഎം എന്ന സിസ്റ്റം ഒരു സാധാരണക്കാരനെ അസാധാരണക്കാരനാകാൻ പറ്റുന്ന ഒരു സംവിധാനമാണെന്ന് എന്റെ അനുഭവത്തിൽ കൂടി എനിക്ക് ധൈര്യപൂർവ്വം വിളിച്ചു പറയാൻ പറ്റും. ആരോട് വേണം വിളിച്ചു പറയാം, കാരണം ഇങ്ങനെ ഒരു സിസ്റ്റം. അപ്പൊ ഈ സിസ്റ്റത്തിൽ വിജയിക്കണമെങ്കിൽ ആദ്യം ചെയ്യുന്നത് 100% പ്രൊഡക്റ്റ് യൂസ്, തീരുമാനമെടുക്കണം. ആർക്കു വേണ്ടിയല്ല, അവനവന് വേണ്ടി തീരുമാനമെടുക്കുക. 100% ഞാൻ ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങളെ ഇന്ന് മുതൽ ഉപയോഗിക്കൂ എന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ സക്സസിന്റെ തുടക്കമായി. അവിടെയാണ് വിജയത്തിന്റെ തുടക്കം. അതിനുശേഷമേ മറ്റുള്ള എല്ലാം വരുന്നത്. അങ്ങനെ 100% പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷമാണ് ഈ പ്രൊഡക്റ്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ തുടങ്ങി. അപ്പൊ ഫുൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കോൺഫിഡൻസ് വന്നപ്പോൾ എനിക്ക് ആൾക്കാരോട് പറയാൻ പറ്റി, യെസ്, ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ചോളൂ, ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഒരു സംശയം വേണ്ട, നിങ്ങൾ ആ പ്രൊഡക്റ്റ് എനിക്ക് തിരിച്ചു തരൂ. ഞാൻ നിങ്ങളോട് വാങ്ങിയ മുഴുവൻ തുകയും നിങ്ങൾ 1 പ്രാവശ്യം ഉപയോഗിച്ചോളൂ, 2 പ്രാവശ്യം ഉപയോഗിച്ചോളൂ, 3 പ്രാവശ്യം ഉപയോഗിച്ചോളൂ, നിങ്ങൾ അവസാനം വരെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ കവർ എനിക്ക് തിരിച്ചു തരൂ. ഞാൻ നിങ്ങളോട് വാങ്ങിയ MRP ഫുൾ തുക തിരിച്ചു തരാമെന്നുള്ള ഒരു ഉറപ്പ് ഞാൻ അവർക്ക് കൊടുത്തപ്പോൾ അവർ എന്നിൽ നിന്ന് പ്രൊഡക്റ്റ് സ്വീകരിച്ചു. എന്റെ ഒരു അനുഭവം എന്താണ്, ഒരാൾ പോലും ഇന്ന് വരെ എനിക്കൊരു പ്രൊഡക്റ്റ് തിരിച്ചു തരികയോ 1 രൂപ ഞാൻ അവർക്ക് റിട്ടേൺ ചെയ്യുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യം ഇന്ന് വരെ ഉണ്ടാകില്ല. അതാണ് ആർസിഎം പ്രൊഡക്റ്റിന്റെ വിശ്വാസ്യത എന്ന് പറയുന്നത്. 100% വിശ്വാസ്യത. എനിക്കതുകൊണ്ട് പ്രൊഡക്റ്റിൽ 100% വിശ്വാസമാണ്. അപ്പൊ ഈ പ്രൊഡക്റ്റുകൾ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു പിന്നീടുത്തെ ദൗത്യം. അത് എങ്ങനെ എത്തിക്കാം, എവിടേക്ക് എത്തിക്കാം, അത് എനിക്ക് എത്തിക്കേണ്ട സ്ഥലം ഞാൻ നോട്ട് ചെയ്തു. എവിടെയൊക്കെ ഫ്രണ്ട്സ് ഉണ്ടോ, ആദ്യം ചെയ്തത് അങ്ങനെയുള്ളവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ആർക്കൊക്കെയാണ് ഈ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കുന്നത്. ആ ലിസ്റ്റിനാണ് എന്താണ് പ്രോസ്പെക്ട്സ് ലിസ്റ്റ്. കാരണം ഇത് 6 ബേസിക്സ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 2010 ആർസിഎം ബിസിനസ് ഞാൻ തുടങ്ങുമ്പോൾ എന്നോട് ആരും 6 ബേസിക്സിനെ പറ്റി സംസാരിച്ചിട്ടില്ല. 6 ബേസിക്സ് എന്താണെന്ന് പോലും അറിയില്ല. കാരണം അങ്ങനെയൊന്നും ഒരു സംസാരമോ അല്ലെങ്കിൽ ഇന്ന് കാണുന്നത് പോലെ ക്ലാസ്സുകളോ സൂം മീറ്റിങ്ങുകളോ ഒന്നുമില്ലായിരുന്നു. അപ്പൊ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയും ആ ലിസ്റ്റിനനുസരിച്ച് ഓരോരുത്തരെ നേരിട്ട് പോയി എത്ര ദൂരെയാണെങ്കിലും പോയി കാണുമായിരുന്നു. ഒരു സംശയം വേണ്ട, കിലോമീറ്ററുകൾ യാത്ര ചെയ്തിട്ടുണ്ട്. ചെന്നിട്ട് ആർസിഎമ്മിനെ പറ്റി, അന്ന് ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റിനെ പറ്റി സംസാരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ആരോഗ്യം തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം തരുന്നവരൊന്നും കണ്ടെത്തിയിട്ടില്ല. ആരോഗ്യം ആർക്ക് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല, കാരണം ആരോഗ്യം തരുന്നവരാരും കണ്ടിട്ടില്ല. അപ്പൊ കോട്ടയം മേഖലയിൽ ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എന്നെ അസിസ്റ്റ് ചെയ്യാൻ പോലും ആരും ഇല്ലെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ സ്വയം പഠിച്ചെടുക്കേണ്ട ആവശ്യകത വന്നതുകൊണ്ടാണ് ഞാൻ ഈഗിൾ ലെവലായപ്പോഴാണ് കോട്ടയത്ത് ആദ്യമായിട്ട് മീറ്റിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്തത്. കാരണം അന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറ്റാരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. മൂത്തി സാറ് അന്ന് എറണാകുളത്തോ തൃശ്ശൂരാണ്. അപ്പൊ ഇതെല്ലാം സ്വയം ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പൊ എന്നെ സഹായിക്കാൻ, എനിക്കന്ന് ആദ്യ സമയത്ത് ഏറ്റവും കൂടുതൽ എന്നെ എതിർത്തത് ജെമിനിയാണ്, എന്റെ വൈഫാണ്. പറഞ്ഞു, ഈ ബിസിനസ് നമുക്ക് അഭികാമ്യമല്ല, കാരണം നമ്മളുടെ പാരമ്പര്യം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അല്ല ഡയറക്ട് സെല്ലിംഗ്, അല്ലെങ്കിൽ ഇതുപോലെ വീടാന്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുക എന്നുള്ളത്. കൂട്ടത്തിൽ പറഞ്ഞൊരു സെന്റൻസ് കൂടി ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, എന്നെ കല്യാണം കഴിച്ചു വിട്ടത് ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലിക്കാരന്റെ കൂടെയാണ്, അല്ലാതെ ഉപ്പും മുളകും മല്ലിയും വിൽക്കുന്ന ആളുടെ കൂടെ അല്ല. അങ്ങനെ പ്രതിസന്ധികളിൽ നിന്നുമാണ് ആർസിഎം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ഇതുപോലെ ഷോപ്പുകൾ, അന്ന് ഇതുപോലെയുള്ള ഷോപ്പുകളോ ഒന്നുമില്ല. പക്ഷെ അപ്പം ഇതെല്ലാം ഒരു കാലഘട്ടത്തിന്റെ തുടക്കം, ഈ ഒരു ബിസിനസിന്റെ തുടക്കമാണെന്ന് ആലോചിക്കണം. അപ്പൊ ഈ ബിസിനസ്സിൽ നിന്നും ഞാൻ പഠിച്ച കുറെ പാഠങ്ങളുണ്ട്. കാരണം ഈ ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസ്, ഈ ബിസിനസ് തുടങ്ങുമ്പോൾ കുറച്ച് പ്രിപ്പറേഷൻസ്, മറ്റു കാര്യങ്ങളൊന്നും സംസാരിക്കാനുള്ള, കാരണം സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് 6:36 സമയമായി. ഒന്ന്, 100% കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. ഈ ബിസിനസ് നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് സ്വയം തീരുമാനിക്കുക, ഈ ബിസിനസ് എനിക്ക് ഗുണം ചെയ്യും. അതുകൊണ്ട് ബിസിനസിനെ പറ്റി പഠിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനുള്ളത്. 100% നിങ്ങൾ ആർസിഎം ബിസിനസ്സിൽ ഉൽപ്പന്നം ഉപയോഗിക്കുന്നതോടൊപ്പം ബിസിനസിനെ പറ്റി പഠിക്കാതെ നിങ്ങൾ ഒരാൾക്കും ഒരു സാധനം കൊടുക്കാൻ പോലും നിങ്ങൾ ബിസിനസ് ചെയ്യാൻ പോയിട്ട്. അപ്പൊ 100% കമ്മിറ്റ്മെന്റ് ആണ് ആദ്യം വേണ്ടത്. എനിക്ക് ബിസിനസ് വേണോ വേണ്ടോ എന്നൊരു സ്വയം തീരുമാനമെടുക്കുക. അങ്ങനെ ഒരു തീരുമാനമെടുക്കാതെ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പാടില്ല. കാരണം ആർസിഎം ബിസിനസ് സാധാരണ ബിസിനസ് അല്ല, ഒരു പലചരക്ക് കച്ചവടം നടത്തുന്നത് പോലെ നടത്തേണ്ട ബിസിനസ് അല്ല. കാരണം ബിസിനസ് ഇട്ടിട്ട് ഈ ബിസിനസിന്റെ ഒരു വിജയത്തിന്റെ ശതമാനം പറയുന്നത് 100 പേര് ആർസിഎമ്മിൽ ജോയിൻ ചെയ്താൽ 1 വർഷത്തിനുള്ളിൽ 90 പേര് ആർസിഎം വിട്ടുപോയിരിക്കും. എന്നാൽ 90% ആൾക്കാരും വിട്ടുപോകുന്ന ഒരു ബിസിനസ് ആണ്. അതുകൊണ്ടാണ് ഗോപകുമാർ സാർ, നമ്മുടെ പ്രിയപ്പെട്ട അപ്ലൈൻ, പറഞ്ഞത് ആർസിഎം ഈസ് സോ സിമ്പിൾ ബട്ട് നോട്ട് ഈസി. ഈസി അല്ലാത്തത് കൊണ്ടാണ് 90% ആൾക്കാരും ആർസിഎം വിട്ടുപോകുന്നതിന്റെ കാരണം അതാണ്. പക്ഷേ 100% കമ്മിറ്റ്മെന്റോടുകൂടി ആർസിഎമ്മിനെ ആരാണോ ഏറ്റെടുക്കുന്നത് അവർ ആർസിഎമ്മിൽ നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ആർസിഎം ബിസിനസ്സിൽ നിങ്ങൾ സക്സസ് ആയാൽ
നിങ്ങളുടേതായ ഒരു ഐഡന്റിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ RCM ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങളൊരു ഐഡന്റിറ്റി, നിങ്ങളുടെ ഒരു പരിചയം നിങ്ങൾ RCM ഉണ്ടാക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മേൽവിലാസമാണ് ശരിക്കും RCM ഉണ്ടാക്കിയെടുക്കുക. ഇത് ഞാൻ RCM അറിയപ്പെടുന്നത്, ഞാൻ എവിടെ ചെന്നാലും അറിയപ്പെടുന്നത് സ്റ്റാർ എമറാൾഡ് റൈസിംഗ് കോർ ലീഡർ ആണ്. കാരണം RCM 2010 വരുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഐഡന്റിറ്റിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മേൽവിലാസം ഒന്നുമില്ലായിരുന്നു. ഇന്ന് ഞാൻ ഇന്ത്യ ഒട്ടാകെ RCM അറിയപ്പെടുന്ന ഒരു പൊസിഷനാണ് റൈസിംഗ് കോർ. ഞാൻ എന്റേതായ ഒരു മേൽവിലാസം ഉണ്ടാക്കി. ആ മേൽവിലാസം ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഒറ്റ കാരണമേ ഉള്ളൂ, 100% കമ്മിറ്റ്മെന്റോടുകൂടി പ്രവർത്തിച്ചു. 100%. അതിനകത്തൊരു മായം ചേർക്കുന്നില്ല. ഞാൻ സ്വയം എടുത്ത തീരുമാനത്തിനനുസരിച്ച് പ്രതിസന്ധികൾ ഇഷ്ടം പോലെ ഉണ്ടായപ്പോഴും ഒറ്റപ്പെടുത്തലുകളാണ് കൂടുതൽ ഉണ്ടായത്. ഒറ്റപ്പെടുത്തിയപ്പോഴും ഒറ്റയാന്റെ കരുത്തോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. ഒറ്റയാന്റെ കരുത്തോടുകൂടി നമുക്ക് പോകണം. അത് നമ്മുടെ വിൽ പവറാണ്, നമ്മുടെ മൈൻഡ് പവറാണ് നമ്മളെ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സ്വപ്നങ്ങളാണ് ശരിക്കും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കും ജീവിതത്തിൽ അതുകൊണ്ടാണ് 6x6 രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞിരുന്നത്, മേക്ക് എ ലിസ്റ്റ് ഓഫ് യുവർ ഡ്രീംസ്. നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ലിസ്റ്റ് എഴുതാൻ പാടില്ല. അപ്പൊ ആ സ്വപ്നങ്ങൾ ഉള്ളവർക്ക് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അവരുടെ കാലടികൾ മുന്നോട്ട് പോകത്തുള്ളൂ. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പരിഹാസങ്ങൾ ഉണ്ടാകുമ്പോൾ പുറകോട്ട് പോകല്ല ചെയ്യേണ്ടത്. പരിഹാസം കേട്ടവർ മാത്രമേ ഇതിഹാസങ്ങളായിട്ട് മാറിയിട്ടുള്ളൂ എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പൊ ഇതിഹാസമായി മാറണമോ, നിങ്ങൾ പരിഹാസം കേൾക്കാൻ തയ്യാറാകണം. അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളത് ഞാൻ പഠിച്ച പാഠങ്ങളിൽ ഒന്നാമത്തെ പാഠമാണ്. അപ്പൊ 100% കമ്മിറ്റ്മെന്റ് ആണ് ഈ ബിസിനസ്സിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. രണ്ടാമതായിട്ട് പറഞ്ഞത് നിങ്ങളുടെ ഫാമിലി ഈ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഫാമിലി ഇൻവോൾവ്മെന്റ്, കാരണം നിങ്ങളുടെ ഫാമിലിയെ ഈ ബിസിനസ്സിന് വേണ്ടി ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ്. കാരണം ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ നിങ്ങൾക്ക് ആദ്യ സമയത്ത് വരാൻ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൽ നിന്നുമാണ്. കാരണം ഞാൻ ഇതിനു മുമ്പ് മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ RCM ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീട്ടുകാരോട് ഈ ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അത് വീട്ടുകാരെ RCM പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ എളുപ്പം ഒരു ആനയെ ഓട്ടോറിക്ഷയിൽ കയറ്റുന്നതാണെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അത്ര ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ വീട്ടുകാരെ RCM പറഞ്ഞ് ബോധ്യമാക്കുക. ആ ഒരു തലത്തിൽ നിന്ന് മാറണമെങ്കിൽ ഹോം മീറ്റിങ്ങുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഹോം മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ നടത്തുന്ന മീറ്റിംഗ്. നിങ്ങൾ RCM ബിസിനസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിൽ ഹോം മീറ്റിംഗ് നടത്തുക എന്നുള്ളതാണ്. ഹോം മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആഡംബരമായിട്ട് നടത്തേണ്ടല്ല, ഏറ്റവും സിമ്പിൾ ആയിട്ട് നടത്താൻ പറ്റുന്ന ഒരു മീറ്റിംഗ് RCM ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതാണ് ഹോം മീറ്റിംഗ്. അവിടെ പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ ഏതെങ്കിലും ഒരു മുറിയിലെ ബെഡ്റൂം ആക്കിയിട്ട് ഏതെങ്കിലും മുറിയിലെ RCM ഉൽപ്പന്നങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ മാത്രം, നിങ്ങളുടെ കുടുംബാംഗങ്ങള് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള ആൾക്കാർ, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള കുറച്ച് ആൾക്കാരെ, കൂടുതൽ വേണം ഞാൻ പറയുന്നില്ല. ആദ്യത്തെ മീറ്റിംഗ് വളരെ ചെറിയ മീറ്റിംഗ്, കാരണം നിങ്ങളുടെ വീട്ടുകാർക്ക് RCM എന്താണെന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിൽ RCM പറഞ്ഞ് ബോധ്യമാക്കുന്ന ഒരു മീറ്റിംഗ്. അതിന് ഹൈഫൈ ലീവറൊന്നും വേണമെന്ന് ആവശ്യമില്ല. നിങ്ങളുടെ തൊട്ട് ഇമ്മീഡിയറ്റ് അപ്ലൈ മതി. അല്ലെങ്കിൽ ഒരു RCM പറ്റി എന്തെങ്കിലും അറിയാവുന്ന ഒരു വ്യക്തി ഒരു ഹോം മീറ്റിംഗ് വീട്ടുകാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫാമിലി RCM അതിന് സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് ഹോം ഡിസ്പ്ലേ വാൾ എന്നുള്ളത്. ഫാമിലിയുടെ പൂർണ്ണ ഇൻവോൾവ്മെന്റ് ഒരുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഹോം ഡിസ്പ്ലേ വാൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടില് എല്ലാവരും കാണുന്ന ഒരു സ്ഥലത്ത് RCM പ്രൊഡക്റ്റുകൾ നന്നായിട്ട് ഡിസ്പ്ലേ ചെയ്യുക. അതിനുശേഷം ആ പ്രൊഡക്റ്റ് നിങ്ങൾ ഇല്ലാത്ത സമയത്ത് പോലും നിങ്ങളുടെ ഫാമിലിയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. ഇനി മനഃപൂർവ്വം നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഇല്ലാതാക്കാം. കാരണം നിങ്ങൾ പുറത്ത് പോയിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളെ വിളിച്ചു പറയാം, നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലണം, വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ പ്രൊഡക്റ്റ് വാങ്ങണം. കാരണം നിങ്ങളുടെ ഇല്ലാത്ത സമയത്ത് പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയുടെ ഇൻവോൾവ്മെന്റ് ഉറപ്പാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഹോം ഡിസ്പ്ലേ വാളും ഹോം മീറ്റിങ്ങുകളും. അപ്പൊ ഹോം മീറ്റിങ്ങുകൾക്കും ഹോം ഡിസ്പ്ലേ വാളും വളരെയധികം പ്രാധാന്യം ഈ ബിസിനസ്സിലുണ്ട്. പല ആൾക്കാരും ഹോം ഡിസ്പ്ലേ വാൾ എടുത്തിട്ട് അത് ഡെഡായി കിടക്കുന്നതിന് കാരണം എന്താണ്? അതിൽ നിന്ന് സാധനം എടുക്കുന്നതിനും അതിൽ സാധനം വെക്കുന്നതിനും കണക്കൊന്നും സൂക്ഷിക്കാറില്ല. അതുകൊണ്ടാണ് ഒരു ഹോം ഡിസ്പ്ലേ വാൾ തുടങ്ങുന്ന ആള് അതിനുള്ളിൽ ഒരു ബോക്സ് വെച്ചിരിക്കണം പൈസ ഇടാൻ വേണ്ടി. നിങ്ങൾ അതിൽ നിന്ന് ഒരു സാധനം ഇങ്ങോട്ട് എടുത്താൽ അതിന്റെ MRP തന്നെ അങ്ങോട്ട് ഇടും. നിങ്ങൾ RCM മെമ്പർ ആണെങ്കിൽ പോലും. കാരണം ഡിസ്പ്ലേ വാളിലോ RCMലോ കടമില്ല. TCG കടത്തിന് ഏറ്റവും എതിരാണ്. കടം ബന്ധങ്ങൾ നഷ്ടമാക്കുമെന്ന് പറഞ്ഞത്. അതുപോലെ കടം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്പ്ലേ വാളിന് സാധനം കടം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസ്പ്ലേ വാളിനെ അത് ഇല്ലാതാക്കും. അതുകൊണ്ട് ഡിസ്പ്ലേ വാൾ തുടങ്ങുന്നയാൾ നിർബന്ധമായിട്ടും അതിനുള്ളിൽ ഒരു ബോക്സ് വെക്കണം. അതിനകത്ത് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് എടുത്താൽ അതിന്റെ MRP തന്നെ അതിൻ്റെ അകത്ത് ഇടണം. അങ്ങനെ MRP ഇട്ട് നിങ്ങൾ ശീലം കൊണ്ടുവന്നാൽ ഒരു സംശയം വേണ്ട, നിങ്ങളുടെ ഡിസ്പ്ലേ വാൾ പടർന്ന് പന്തലിച്ച് അത് നാളെ വലിയൊരു വണ്ടർ വേൾഡോ അല്ലെങ്കിൽ നിങ്ങളെ ഒരു കോടിപതിയാക്കാൻ പറ്റുന്ന സംവിധാനമാണ് ശരിക്കും ഡിസ്പ്ലേ വാൾ. ഇപ്പൊ ഡിസ്പ്ലേ വാളിന് അമിത പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കുടുംബത്തിന്റെ ഇൻവോൾവ്മെന്റ് കൂട്ടുമെന്നുള്ളതാണ്. സോ പ്രിപ്പയർ യുവർ ഫാമിലി. അതാണ് രണ്ടാമത്തെ കാര്യം. ഫാമിലിയെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ അത്ര എളുപ്പമല്ല. പക്ഷേ നിങ്ങൾക്ക് ഈ വിധത്തിൽ നിങ്ങൾക്ക് ഫാമിലിയുടെ ഇൻവോൾവ്മെന്റ് ചെയ്തുകൊണ്ട്
ഇനി ഷെഡ്യൂൾ യുവർ ടൈം. നിങ്ങളുടെ ടൈം ഷെഡ്യൂൾ ചെയ്യാന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം RCMൽ 3 തരം ആൾക്കാരുണ്ട്. ഒന്ന് ഫുൾ ടൈം RCM ബിസിനസ് ചെയ്യുന്നവരുണ്ട്, പാർട്ട് ടൈം ചെയ്യുന്നവരുണ്ട്, സം ടൈംസ് ചെയ്യുന്നവരുണ്ട്. 3 തരം ആൾക്കാരാണ്. പാർട്ട് ടൈം ചെയ്യുന്ന ആൾക്കാരിന് അവരെന്തെങ്കിലും ജോലിയോ ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും, അവരോട് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നു. ചില ആൾക്കാർ ഫുൾ ടൈം ആണ്, 8 മണിക്കൂർ ഫുൾ ടൈം, മറ്റു പണിയൊന്നുമില്ല, ഫുൾ ടൈം ആയിട്ട് RCM ചെയ്യുന്നു. 8 മണിക്കൂറാണ് ശരിക്കും ഫുൾ ടൈം വർക്ക് ചെയ്യുന്നത്. അതുപോലെ സം ടൈമർ ഉണ്ട്, വല്ലപ്പോഴും ചെയ്യുന്നവരുണ്ട്. അപ്പൊ റിസൾട്ടും അതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പം നമ്മൾ സ്വയം തീരുമാനിക്കുക, ഞാനൊരു ഫുൾ ടൈമർ ആണോ. ഫുൾ ടൈമർ ആണെന്ന് സ്വയം ഒരാൾ തീരുമാനിക്കുകയാണെങ്കിൽ 8 മണിക്കൂർ നിങ്ങൾ മിനിമം RCMന് വേണ്ടി വർക്ക് ചെയ്യണം. മിനിമം 8 മണിക്കൂർ. ആ 8 മണിക്കൂറിൽ മിനിമം 5 ഹോം മീറ്റിങ്ങുകൾ നിങ്ങൾ ചെയ്യാൻ തയ്യാറാകണം. ഏറ്റവും കുറഞ്ഞത് 5 1-to-1 മീറ്റിംഗ് ചെയ്യാൻ തയ്യാറാകണം. എന്തെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. 8 മണിക്കൂർ ഞാൻ RCMലാണെന്ന് പറയുകയും സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുക, രാവിലെ എഴുന്നേറ്റ് ഡ്രസ്സ് ചെയ്തിട്ട് ഏതെങ്കിലും ബ്യൂസിൽ പോയിട്ട് ഉച്ചവരെ ഇരിക്കുക, അവിടുന്ന് വൈകുന്നേരം വരെ വേറെ ഏതെങ്കിലും വീട്ടിൽ പോയിരിക്കുക. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു, തിരിച്ചു വരുമ്പോൾ റിസൾട്ട് 0, നോ PV, നത്തിങ്, ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകത്തില്ല. അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾ ഫുൾ ടൈമർ ആണെങ്കിൽ 100% 8 മണിക്കൂർ ഫ്രൂട്ട്ഫുൾ ആയിട്ട് എന്താ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. PV ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ 1-to-1 മീറ്റിംഗ് നടത്തണം, ഹോം മീറ്റിംഗ് നടത്തണം. ഈ മാസം ആദ്യം മൂർത്തി സാർ കോട്ടയത്ത് സ്റ്റാർ ആൻഡ് അബോവ് മീറ്റിംഗ് പറഞ്ഞത്, ഫുൾ ടൈം ആയിട്ട് RCM ബിസിനസ് ചെയ്യുന്ന ആള് ഒരു ദിവസം 5 ഹോം മീറ്റിംഗ് നടത്തണം. ആൾക്കാർ ചോദിക്കും, അയ്യോ 5 ഹോം മീറ്റിംഗ്, ഞങ്ങൾ ഒരു മാസം മുഴുവൻ 5 ഹോം മീറ്റിംഗ് നടത്താറില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ദിവസവും? ഇറ്റ്സ് പോസിബിൾ. നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത് പോസിബിൾ ആണ്, ഒരു സംശയം വേണ്ട. നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാൽ നിങ്ങൾക്ക്, കാരണം ഫോക്കസ് ചെയ്ത് ആരാണോ വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ സാധ്യമാണ്. ഇതൊക്കെ ചെയ്യുന്ന മനുഷ്യർ തന്നെ, നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യരാണ് RCMൽ ഇതൊക്കെ ചെയ്ത് വിജയം നേടിയിരിക്കുന്നത്. അപ്പൊ ഏതൊരാൾക്കും വിജയം നേടാനായിട്ട് ഈ കാര്യങ്ങൾ ചെയ്താൽ മതി. അതാണ് ഷെഡ്യൂൾ ടൈം. എത്ര സമയം നിങ്ങൾ RCMന് വേണ്ടി ചെലവഴിക്കാൻ പോകുന്ന ആദ്യമേ തീരുമാനമെടുക്കുക. ഞാൻ ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ പോണ 8 മണിക്കൂർ ഞാൻ RCMന് വേണ്ടി കൊടുത്തിരിക്കും. ഞാൻ പാർട്ട് ടൈമർ ആയിട്ടേ ചെയ്യത്തുള്ളൂ, മതി 1 മണിക്കൂർ മതി, അല്ലെ 2 മണിക്കൂർ. നിങ്ങൾക്ക് എത്ര സമയം കൊടുക്കാൻ പറ്റും നിങ്ങൾ സ്വയം തീരുമാനിക്കുക. നിർബന്ധമായിട്ടും അത്രയും സമയം നിങ്ങൾ RCMന് കൊടുക്കുക. അവിടെ ബന്ദില്ല, ഹർത്താലില്ല, അവധി ദിവസങ്ങളില്ല, യാതൊന്നുമില്ല. നിങ്ങൾ കൊടുക്കുന്ന സമയത്തിന് അടുത്ത 3 വർഷം മറ്റൊന്നും ചെയ്യണ്ട, ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പ്രാധാന്യം കൊടുക്കുക. അടുത്ത 3 വർഷം നിങ്ങൾ ഇത് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ലൈഫ് റിട്ടയർമെന്റ് എടുക്കാം. പിന്നെ നിങ്ങൾ ഒരു ജോലിയും ചെയ്തതിന്റെ ആവശ്യം പോലും ഇല്ല. പക്ഷേ ഇത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം. അപ്പം അതിൽ ആകരുതാത്തൊന്ന് മാത്രമേ ഉള്ളൂ, സം ടൈമർ. നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നിങ്ങൾ RCM ബിസിനസ് ചെയ്താൽ, കാരണം ഡോക്ടർ രാജൻ സാർ പറഞ്ഞ കേട്ടിട്ടുണ്ട്, എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ചെയ്യേണ്ട ബിസിനസ് ആണ് RCM ബിസിനസ്. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ചെയ്യേണ്ട ബിസിനസ് ആണ് RCM. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവർക്ക് ഉദ്ദേശിച്ച ഫലം ഉണ്ടാകത്തില്ല, റിസൾട്ട് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് സ്വയം ഒരു തീരുമാനം എടുക്കുക. എന്നിട്ട് ഷെഡ്യൂൾ യുവർ ടൈം. നിങ്ങളുടെ ടൈം നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക. എത്ര സമയം ഞാൻ ഇതിനു വേണ്ടി കൊടുക്കുന്നു, എന്തൊക്കെയാണ്. അപ്പൊ രാവിലെ എഴുന്നേറ്റ്, അല്ലെ തലേദിവസം രാത്രിയിലോ രാവിലെ എഴുന്നേറ്റിട്ട് ഇന്നത്തെ പരിപാടി എന്താണെന്ന് പ്രത്യേകം ചാർട്ട് ചെയ്യുക. ആരെയൊക്കെ കാണാൻ പോകുന്നു, എത്ര 1-to-1 മീറ്റിംഗ് നടത്തുന്നു, എത്ര ഹോം മീറ്റിംഗ് നടത്തുന്നു, എത്ര അടുത്ത് സെയിലിന് പോകുന്നു, എത്ര പേരെ കാണുന്നു, ഇങ്ങനെയുള്ള ഒരു ഷെഡ്യൂൾ തയ്യാറാക്കുക. ആ ഷെഡ്യൂളിനനുസരിച്ച് വേണം വർക്ക് ചെയ്യാൻ. അതിനെയാണ് നമ്മൾ ബിസിനസ്സിൽ പ്രൊഫഷണലിസം തന്നെ. ഒരു പ്രൊഫഷണൽ ആയിട്ട് മാറാൻ നിങ്ങൾക്ക് പറ്റിയാൽ ഈ ബിസിനസ് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം RCM നിങ്ങളെ എത്തിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ ഷെഡ്യൂൾ യുവർ ടൈം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനി സേ നോ ടു ഓൾ ഡിസ്ട്രാക്ഷൻസ്. നിങ്ങൾക്ക് ധാരാളം തടസ്സങ്ങളാണ് ആദ്യം. കാരണം കുട്ടികളുടെ സ്കൂളിൽ പോകണം, അങ്ങനെ അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ കല്യാണം ഉണ്ടാകാം, അങ്ങനെ കുറേ ഡിസ്ട്രാക്ഷൻസ് നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് നിങ്ങളെ തടസ്സപ്പെടുത്താൻ വേണ്ടി കുറേ കാര്യങ്ങൾ കയറി. ഇതൊക്കെ തുടക്ക സമയത്തുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ 2-3 വർഷത്തേക്ക് പൂർണ്ണമായിട്ട് മാറ്റുക. ഇനി നിങ്ങൾക്ക് വേണ്ടപ്പെട്ട കല്യാണമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവക്കത്ത് ഒരു കയറി താമസമുണ്ട്, നിങ്ങൾക്ക് അവിടെ തലേദിവസം പോകാം. തലേദിവസം ചെന്നിട്ട് അവരോട് പറയാം, എനിക്ക് നാളെ അത്യാവശ്യം ഒരു കാര്യമുണ്ട്, എനിക്കത് പോയേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഞാനിപ്പോൾ സമയത്ത് വന്നത്. ഒരാൾ നിങ്ങളോട് പറയത്തില്ല അതിൽ നാളെ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് പറഞ്ഞാൽ ആരും പറയില്ല. നിങ്ങളൊരു കല്യാണത്തിന്റെ തലേദിവസം, എത്രയോ വീടുകളിൽ കല്യാണത്തിന്റെ തലേദിവസം പോയിട്ട് എനിക്ക് വേണ്ടപ്പെട്ട എത്രയോ കല്യാണം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. തുടക്ക സമയത്ത് കല്യാണത്തിന് പോകാറില്ല, തലേദിവസം പോലെ കല്യാണം കഴിഞ്ഞ് ചെല്ലും. കയറി താമസം ഉണ്ടെങ്കിൽ തലേദിവസം രാത്രി ചെല്ലും. കാരണം അങ്ങനെയുള്ള പരിപാടികളൊക്കെ തൽക്കാലം നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഈ ബിസിനസ്സിൽ 100% കമ്മിറ്റ്മെന്റോട് പ്രവർത്തിക്കാൻ പറ്റിയാൽ, അതാണ് സേ നോ ടു ഓൾ ഡിസ്ട്രാക്ഷൻസ്. എല്ലാ തടസ്സങ്ങളെയും ഒഴിവാക്കിയിട്ട് വേണം നിങ്ങൾ ബിസിനസ്സിൽ ഫുൾ ടൈം ആയിട്ട് ഇൻവോൾവ് ചെയ്യാൻ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സക്സസിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഇനി ബിസിനസ് തുടങ്ങുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞ സാക്രിഫൈസ് വളരെ പ്രധാനപ്പെട്ടാണ്. സാക്രിഫൈസ് ചെയ്യാനുള്ളത്, അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ വന്നത് സുരേന്ദ്ര ഭട്ട് സാറാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മീറ്റിംഗിൽ പോകുമ്പോൾ എന്റെ വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു, നാളത്തെ കാര്യം മറക്കരുത്. എന്താണ് നാളത്തെ കാര്യം? അത് മറന്നുപോയ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ് നാളെ.
അപ്പൊ അദ്ദേഹം പറഞ്ഞു അടുത്ത 5 വർഷത്തേക്ക് വെഡിങ് ആനിവേഴ്സറിയുടെ കാര്യം ഓർമ്മിപ്പിക്കുക വേണ്ട, ഞാൻ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് ഉണ്ടാകത്തില്ല. പക്ഷെ അവിടെ ഒരു ഉറപ്പ് കൊടുത്തു, 5 വർഷം കഴിഞ്ഞ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി നമ്മൾ ആഘോഷിക്കുന്നത് ഗോവയിലെ ഏറ്റവും മനോഹരമായ ഒരു ഹോട്ടലിലായിരിക്കും എന്ന് പറഞ്ഞ് പോയ അദ്ദേഹം പറഞ്ഞു, ഞാൻ തുടർന്ന് 5 വർഷത്തേക്ക് ഒരു വെഡിങ് ആനിവേഴ്സറിയും ആഘോഷിച്ചിട്ടില്ല. പക്ഷേ പറഞ്ഞതുപോലെ 5ാമത്തെ വർഷം ഗോവയിലെ ഏറ്റവും മനോഹരമായ ഒരു ഹോട്ടലിൽ തന്നെ അദ്ദേഹത്തിന്റെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പറ്റിയെന്നാണ് പറഞ്ഞത്. ഇതായിരിക്കണം കമ്മിറ്റ്മെന്റ്, നമ്മൾ എടുക്കുന്ന തീരുമാനം. സാക്രിഫൈസ് ചെയ്യാൻ കുറെ കാര്യങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ടതൊക്കെ ഒഴിവാക്കേണ്ടി വരും, പല കുടുംബ ഫംഗ്ഷൻസ് ഒക്കെ ഒഴിവാക്കേണ്ടി വരും. ഇതൊക്കെ സ്വാഭാവികമായിട്ടും അടുത്ത 5 വർഷത്തേക്ക് അല്ലെങ്കിൽ 3 വർഷത്തേക്ക് ഒഴിവാക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് സക്സസിന് യാതൊരു തടസ്സവും ഉണ്ടാകത്തില്ല. അപ്പൊ ഈ പ്രിപ്പറേഷൻസ് ആണ് ആദ്യം ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ്. അടുത്തതാണ്, ഈ ബിസിനസ് തുടങ്ങുമ്പോൾ കളക്ട് ഓൾ ദ ടൂൾസ് ആൻഡ് സാമ്പിൾസ്. ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് വേണമെന്ന് പറഞ്ഞു. ആർസിഎമ്മിൽ ധാരാളം ടൂൾസ്, ധാരാളം ബ്രോഷേഴ്സ് വരുന്നുണ്ട്, നമുക്ക് ബോഡി സ്കാനർ നമുക്കുണ്ട്, അതുപോലെ ബുക്ക്ലെറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്, കുറെ എന്താണ് കിറ്റുകളൊക്കെ നമുക്ക് ഇതുവഴി കിട്ടാറുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ടൂൾസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ കളക്ഷൻ, ഇത് കളക്ട് ചെയ്യുക, പിന്നെ സാമ്പിൾ പ്രൊഡക്ട്സ് എപ്പോഴും നമ്മുടെ ഉണ്ടാകും. നമ്മൾ ഏത് വീട്ടിൽ ഒരു ചായ, ചെറിയ ചായപ്പൊടി, 10 രൂപയുടെ ചായപ്പൊടി ഉണ്ട്, 10 രൂപയുടെ സോപ്പ് ഉണ്ട്, സോൻ പപ്പി, ചെറിയ സാധനങ്ങളൊക്കെ നമ്മുടെ എപ്പോഴും കളക്ട് ചെയ്യുക. കാരണം ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, ഒരു കസ്റ്റമറെ കണ്ടു കഴിഞ്ഞാൽ, ഒരു കസ്റ്റമറുടെ വിശ്വാസം ആർജിക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിലെ പ്രിപ്പറേഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ സാമ്പിൾസ് കളക്ട് ചെയ്യാം, ടൂൾസ് കളക്ട് ചെയ്യാം, അവരെ ന്യൂട്രിചാർജിന്റെ ഒക്കെ എന്താണ് ബുക്കുകളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ലഭ്യമാണ്. ഈ ബുക്കുകളൊക്കെ ശരിയായ രീതിയിൽ നിന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരാളെ കൺവിൻസ് ചെയ്യാം. കാരണം ആൾക്കാരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. അപ്പൊ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ്സിലേക്ക്, അതുപോലെ ടെസ്റ്റിമോണിയൽസ് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ളവരുടെ അനുഭവങ്ങൾ ആൾക്കാരെ കേൾപ്പിക്കുക. ഞാൻ പലപ്പോഴും മീറ്റിങ്ങിൽ കേൾപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആർസിഎമ്മിനെ പറ്റി പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, ആർസിഎം ഒരു ഡയറക്ട് സെല്ലിംഗ് ആണ്, ഇതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. ഇതിൽ നിന്നും ഒരു വ്യക്തി അഭിപ്രായപ്പെടുന്നത്, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നുണ്ട്, ആർസിഎം ലോകത്തിലെ 8ാമത്തെ അത്ഭുതമാണെന്ന് പറയുന്നത്. അവർ പറയുന്നതാണ്, ഐ കൺസിഡർ ആർസിഎം ആസ് ദ 8th വണ്ടർ ഓഫ് ദ വേൾഡ്. അപ്പൊ ലോകത്തിലെ 8ാമത്തെ അത്ഭുതം ആൾക്കാർക്ക് വിശ്വാസം വരത്തില്ല. എന്താണ് 8ാമത്തെ അത്ഭുതം, ഇതിൽ എന്താണ് ഇത്ര വെച്ചിരിക്കുന്നത്? അവിടെയാണ് ഞാൻ നമ്മുടെ മിലൻ പണ്ഡിറ്റ്, നമ്മുടെ സതീഷ് പണ്ഡിറ്റിന്റെ വൈഫിന്റെ ഒരു വീഡിയോ, ഏകദേശം 2009 മറ്റോ റെക്കോർഡ് ചെയ്യപ്പെട്ട വീഡിയോ ആണ്. ആർസിഎം വേൾഡിൽ വെച്ച്, നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വെച്ച് അവരൊരു ഒരു മീറ്റിങ്ങിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവർ പറയുന്ന ഒരു സെന്റൻസ് ആണിത്, ആർസിഎം ലോകത്തിലെ 8ാമത്തെ അത്ഭുതമാണെന്നാണ് പറയുന്നത്. ആ വീഡിയോ ഒന്ന് കേൾക്കണം, കേൾക്കുമ്പോഴേ അതിന്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാകത്തുള്ളൂ. അവർ പറയുന്നുണ്ട്, എന്റെ ഹസ്ബൻഡ് ആർസിഎമ്മിൽ ജോയിൻ ചെയ്ത സമയത്ത് എന്നോട് ആർസിഎം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കമ്പനി ഒരു ദിവസം ഇല്ലാതായി പോകും, വാനിഷായി പോകുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അവർ പറയുന്നുണ്ട്, സംഭവിച്ചത് മറിച്ചാണ്. എന്റെ ഹസ്ബൻഡ് ഈസ് നോ മോർ നോ, എന്റെ ഹസ്ബൻഡ് ഇന്ന് ജീവിച്ചിരിപ്പില്ല, പക്ഷേ ആർസിഎം ഈസ് സ്റ്റിൽ ദെയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ക്രെഡിബിലിറ്റി ഓഫ് ദ കമ്പനി. ഇതാണ് ആർസിഎമ്മിന്റെ വിശ്വാസ്യത എന്നവർ പറയുന്നത്. ആർസിഎം ഇന്നും ജീവിക്കുന്നു, പക്ഷെ എന്റെ ഹസ്ബൻഡ് ജീവിക്കുന്നില്ല, മരിച്ചുപോയി. അത് മാത്രമല്ല, അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സെന്റൻസ് പറയുന്നത്, എല്ലാ മാസവും ആർസിഎം എന്റെ അക്കൗണ്ടിലേക്ക് 3 ലക്ഷത്തോളം രൂപയാണ് ഇട്ട് തരുന്നത്. അത് ഉപയോഗിച്ച് എന്റെ കുട്ടികൾക്ക് വളരെ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ട്. എന്റെ മക്കള് MRP നോക്കുക, എന്റെ മക്കൾ ഒരു ഉൽപ്പന്നത്തിന്റെ, ഒരു കളിപ്പാട്ടത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ഡ്രസ് മെറ്റീരിയൽസിന്റെ മുകളിൽ കൈവച്ചാൽ അതിന്റെ MRP പോലും നോക്കാതെ ഞാൻ ആ പ്രൊഡക്റ്റ് പാക്ക് ചെയ്യാൻ സെയിൽസ്മാനോട് പറയാറുണ്ട്. അതൊരു വലിയ സത്യമാണ് ശരിക്കും. ആർസിഎം വിജയിച്ച ഒരു ഫാമിലിയുടെ ഒരു വൈഫ്, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, എന്നിട്ട് വൈഫ് പറയുന്നുണ്ട്, എന്റെ മക്കൾക്ക് ഇന്ന് MRP പോലും നോക്കാതെ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ എന്നെ പ്രാപ്തയാക്കിയ ഒരു വലിയ സിസ്റ്റമാണ് ആർസിഎം. അതുകൊണ്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്ന ആർസിഎമ്മിനെ, ഐ കൺസിഡർ ആർസിഎം ആസ് ദ 8th വണ്ടർ ഓഫ് ദ വേൾഡ്, ലോകത്തിലെ 8ാമത്തെ അത്ഭുതമാണെന്ന് അവർ പറയുമ്പോൾ, ഇതുപോലെയുള്ള ടെസ്റ്റിമോണിയൽസ്, ഇതുപോലെയുള്ള വീഡിയോകൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകണം. ആരെ വേണമെങ്കിലും നിങ്ങൾ കാണിച്ചു കൊടുക്കാം. കാരണം നമ്മുടെ അഭിപ്രായമല്ല, മറ്റുള്ളവരുടെ അഭിപ്രായം കൂടെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടാക്കാൻ സഹായിക്കും. അപ്പൊ ഇതുപോലെയുള്ള പ്രിപ്പറേഷൻസ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഇതുപോലുള്ള വീഡിയോകൾ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇനി യൂസ് ദ പവർ ഓഫ് വിഷ്വലൈസേഷൻ, 8ാമത്തെ പോയിന്റ് ആയിട്ട് യൂസ് ദ പവർ ഓഫ് വിഷ്വലൈസേഷൻ.
നമ്മൾ ഈ ബിസിനസ് വന്നത് എന്തിനാണ് എന്ന് നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കുക, ഈ ബിസിനസ് ഞാൻ വന്നു, ഈ ബിസിനസ്സിൽ ഉൽപ്പന്നം ഉപയോഗിച്ചു, ഈ ബിസിനസ് ഞാൻ മറ്റുള്ളവർക്ക് പ്രൊമോട്ട് ചെയ്തു, ഇതുകൊണ്ട് എന്റെ ലൈഫ് 10 വർഷം കഴിഞ്ഞ് എങ്ങനെ ഇരിക്കും. അപ്പൊ ഇപ്പോഴേ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക, 10 വർഷം കഴിഞ്ഞ് RCM ബിസിനസ്സിൽ RCMന്റെ സകല പൊട്ടൻഷ്യലുകൾ മനസ്സിലാക്കണം. വെറുതെ ഞാൻ എന്റെ പൊട്ടബുദ്ധിക്കല്ല ചിന്തിക്കേണ്ടത്. RCM എന്താണ്, RCMന്റെ പവർ എന്താണ്, RCMൽ വന്നവരുണ്ടാക്കിയ പവർ എന്താണ്. ഇന്ന് ഡയമണ്ട് സുരേന്ദ്രഭട്ട് സാർ എവിടെ നിൽക്കുന്നു, സ്റ്റാർ ഡയമണ്ട് നമ്മുടെ രവി ഒ പി ശർമ്മയുടെ പൊസിഷൻ എന്താണ്, അവരൊക്കെ RCMൽ കൂടി നേടിയത് നേട്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാൽ ഈ ബിസിനസ് ഞാൻ 10 വർഷം നിന്ന് കഴിഞ്ഞാൽ എന്റെ അക്കൗണ്ടിൽ ഞാനൊരു എമറാൾഡ് ആകും, അല്ലെ ഞാനൊരു ഡയമണ്ട് ആകും, ഞാനൊരു സ്റ്റാർ ഡയമണ്ട് ആകും, അന്ന് എന്റെ ജീവിതം എങ്ങനെ ആയിരിക്കുമെന്ന് ഇന്നേ വിഷ്വലൈസ് ചെയ്യണം. കാരണം നമ്മൾക്ക് മുമ്പേ വന്നവർ നേടിയ നേട്ടങ്ങൾ നമ്മുടെ മനോമുഖത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ആ നേട്ടങ്ങൾ അവിടെ കാണുന്നത് രാകേഷ് ശർമ്മയോ സുരേന്ദ്രഭട്ട് സാറിനെയോ അല്ല, ഞാൻ എന്നെ കാണണം. ഞാൻ 2030 ആകുമ്പോൾ എന്റെ ലെവൽ ഇങ്ങനെ ആയിരിക്കും, എന്റെ ലൈഫ് ഇങ്ങനെ ആയിരിക്കും, എന്റെ കാർ ഇത്ര വലുതായിരിക്കും, എന്റെ വീട് ഇത്ര വലുതായിരിക്കും, എന്റെ ബിസിനസ് ഇത്ര വലിയ ബിസിനസ് ആയിരിക്കും, എന്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത് 150-100 കോടിയിലേക്ക് എത്തി. അപ്പൊ ഇങ്ങനെയൊക്കെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്നേ വിഷ്വലൈസ് ചെയ്യണം. അതുപോലെ രാവിലെ മീറ്റിങ്ങിന് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ പരിപാടിക്ക് പോകുമ്പോൾ വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. എല്ലാം നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ വിഷ്വലൈസ് ചെയ്യുക, ഇറ്റ്സ് എ പവർ ഓഫ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നതാണ്. നമുക്ക് കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ ഇപ്പോഴേ പറ്റുമെങ്കിൽ, കാരണം നമ്മൾ കാണാൻ കാരണം എന്താണ്, ഈ ബിസിനസിന്റെ പവർ കൊണ്ടാണ്, എന്റെ പവർ കൊണ്ടല്ല. ഈ ബിസിനസിന്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കണം. ഈ ബിസിനസ് നമ്മൾ എവിടെ എത്തിക്കുമെന്ന് ഇന്നേ നമുക്ക് മനസ്സിലാകണം. സുരേന്ദ്രഭട്ട് സാറ് തിരുവനന്തപുരത്ത് ഒരു പ്രോഗ്രാമിൽ വന്നു. അദ്ദേഹം ചോദിച്ചു, എത്ര പേർക്ക് എമറാൾഡ് ആണ്, എത്ര പേർക്ക് എന്നെ പോലെ ഡയമണ്ട് ആണ്. എല്ലാവരും കൈവക്കും, എല്ലാവർക്കും ഡയമണ്ട് ആണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എല്ലാവർക്കും വേണേ ഡയമണ്ട് ആകാം, പക്ഷേ ഡയമണ്ട് ആകാൻ എന്ത് വേണം എന്ന് ചോദിച്ചതിന് പലർക്കും മറുപടിയില്ല. അവർ പറഞ്ഞു പ്രൊഡക്റ്റ് ഉപയോഗിക്കണം, അതൊക്കെ പറഞ്ഞു. അദ്ദേഹം നിങ്ങൾ പറഞ്ഞൊക്കെ വളരെ കറക്റ്റാണ്, സംബന്ധിച്ചു. പക്ഷേ യു ഷുഡ് ഹാവ് എ വിഷൻ. നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടാകണമെന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ഞാൻ മീറ്റിങ്ങിൽ എപ്പോഴും പറയുന്നത്, നിങ്ങളുടെ മീറ്റിങ്ങുകൾ എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ മീറ്റിങ്ങുകളിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റണം, RCMനെ പറ്റിയുള്ള എഡ്യൂക്കേഷൻ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റണം, അതിനുള്ള മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റണം, വിഷൻ കാണിച്ചു കൊടുക്കാൻ പറ്റണം. ഈ മൂന്നും കൂടിയതായിരിക്കണം RCMന്റെ മീറ്റിങ്ങുകളിൽ എഡ്യൂക്കേഷൻ ഉണ്ടാകണം, മോട്ടിവേഷൻ ഉണ്ടാകണം, ഒപ്പം വിഷൻ ഉണ്ടാകണം. ഈ മൂന്നും കൊടുക്കാൻ പറ്റിയാൽ നിങ്ങൾ ലീഡർമാരെ ക്രിയേറ്റ് ചെയ്യുന്ന ലീഡറായി മാറും. ഇതാണ് നമ്മുടെ പ്രവീൺ സാർ പറഞ്ഞത്. ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ലീഡർമാരെ ക്രിയേറ്റ് ചെയ്യുന്ന ലീഡറാണ്. അപ്പൊ ലീഡർമാരെ ക്രിയേറ്റ് ചെയ്ത് ആ ലീഡർമാർ എന്ത് ചെയ്യും, അവർ ലീഡർമാരെ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ലീഡർമാരെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്ക് മാത്രമേ ലീഡറായിട്ട് മാറാൻ പറ്റൂ. ലീഡർ എന്ന് പറഞ്ഞാൽ എ ട്രൂ ലീഡർ ഡോണ്ട് ക്രിയേറ്റ് ഫോളോവേഴ്സ്, ഹി ക്രിയേറ്റ്സ് മോർ ലീഡേഴ്സ്. എ ട്രൂ ലീഡർ ഡു നോട്ട് ക്രിയേറ്റ് ഫോളോവേഴ്സ്, ഹി ക്രിയേറ്റ്സ് മോർ ലീഡേഴ്സ്. ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നവരാരാണോ അവരാണ് ശരിക്കും ഉള്ള ലീഡർ എന്ന് പറഞ്ഞാൽ. ടീമിൽ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ലീഡറിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം പഠിക്കണം. ലേൺ, ടീച്ച്, ഡ്യൂപ്ലിക്കേറ്റ്. ഈ 3 കാര്യങ്ങളിലാണ് ഈ ബിസിനസിന്റെ സോൾ, ആത്മാവ് എന്ന് പറയുന്നത്. ഈ ബിസിനസിന്റെ സോൾ എന്ന് പറയുന്ന 3 കാര്യങ്ങൾ: ലേൺ, ടീച്ച്, ഡ്യൂപ്ലിക്കേറ്റ്. പഠിപ്പിക്കുക. ഈ 3 കാര്യങ്ങൾ. അപ്പൊ ഞാൻ സ്വയം പഠിക്കുന്നു, ഞാൻ പഠിച്ച കാര്യങ്ങൾ എന്റെ ടീമിനെ പഠിപ്പിക്കുന്നു, എന്റെ ടീം എന്ത് ചെയ്യുന്നു, പുതിയ ആൾക്കാരെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞാനൊരു ടോപ്പ് ലീഡറായിട്ട് മാറുന്നു. RCMന്റെ എമറാൾഡ് ആകണം, സ്റ്റാർ എമറാൾഡ് ആകണം, റൂബി ആകണം, സ്റ്റാർ റൂബി ആകണം, സഫയർ ആകണം, സ്റ്റാർ സഫയർ ആകണം, ഡയമണ്ട് ആകണം. നമ്മുടെയൊക്കെ ഡ്രീം സ്റ്റാർ ഡയമണ്ട്, അതിലേക്ക് എത്തുക. വളരെ സിമ്പിൾ ആയിട്ട്. RCM സോ സിമ്പിൾ ബട്ട് നോട്ട് ഈസി. സിമ്പിൾ ആണ് ബട്ട് നോട്ട് ഈസി. ഈസി അല്ല. അതിനെന്ത് ചെയ്യണം, ഫോക്കസ്. നിങ്ങളുടെ ലക്ഷ്യം സ്റ്റാർ ഡയമണ്ട് ആണെങ്കിൽ സ്റ്റാർ ഡയമണ്ട്. ഫോക്കസ് ഒക്കെ നമുക്കറിയാം, നമ്മൾ സ്കൂളിൽ പഠിച്ച സമയത്ത് കണ്ടിട്ടുണ്ട്. ഒരു മാഗ്നിഫൈഡ് ലെൻസ് കൊണ്ടുവന്ന് സൂര്യൻ അഭിമുഖമായി വെച്ചിട്ട് അവിടെ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ പേപ്പർ കത്തും. അതാണ് ഫോക്കസ് എന്ന് പറഞ്ഞാൽ. അത് ചിലപ്പോൾ 10 മിനിറ്റ് എടുക്കത്തുള്ളൂ. അതുപോലെ ഒരു ഫോക്കസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, ഒരു സംശയമില്ല. ഈ ബിസിനസ് ചെറിയ തുടക്കത്തിൽ ചെയ്യേണ്ട ചില പ്രിപ്പറേഷൻസ് മാത്രമേ പറഞ്ഞുള്ളൂ. അത് ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം. ഒന്നാമത്തെ 100% കമ്മിറ്റ്മെന്റ് ആണ്. രണ്ടാമത്തേത് പ്രിപ്പയർ യുവർ ഫാമിലി ഫോർ ദാറ്റ്. 3 ഷെഡ്യൂൾ യുവർ ടൈം. 4 സേ നോ ടു ഓൾ ഡിസ്ട്രാക്ഷൻസ്. അടുത്തത് കളക്ട് ഓൾ ടൂൾസ് ആൻഡ് സാമ്പിൾ ഓഫ് പ്രൊഡക്ട്സ്. ദെൻ സാക്രിഫൈസ്. അടുത്തത് യൂസ് ദ പവർ ഓഫ് വിഷ്വലൈസേഷൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുവർത്തിക്കാൻ പറ്റിയാൽ ഈ ബിസിനസ്സിൽ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കും. നാളെ നിങ്ങൾ അറിയപ്പെടുന്നത്
നിങ്ങളുടെ അച്ഛന്റെ പേരിലായിരിക്കത്തില്ല, നിങ്ങളുടെ സഹോദരങ്ങളുടെ പേരിലായിരിക്കത്തില്ല, നിങ്ങളുടെ വൈഫിന്റെ പേരിലായിരിക്കത്തില്ല, നിങ്ങളുടെ കുടുംബത്തിന്റെ പേരിലായിരിക്കത്തില്ല, നിങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു ദിവസം ഉണ്ടാവും. അതാണ് സുരേന്ദ്രൻ സാർ പറഞ്ഞത്, എന്നെ എല്ലാവരും കേബിൾ ടി വി വാല ഓപ്പറേറ്റർ, കേബിൾ ടി വി വാല എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് എന്റെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യണം. എന്റെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം? അതിനുവേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു. ഇന്ന് ഡയമണ്ട് സുരേന്ദ്ര ഭട്ട് സാർ എന്ന പേരിൽ അദ്ദേഹം ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്നെങ്കിൽ അതിന്റെ കാരണം he has created his own identity in this business. ഒരു വ്യക്തി തന്റെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ അവർക്കുള്ളതാണ് RCM ബിസിനസ്. ബാക്കിയെല്ലാം അതിന്റെ ഭാഗം മാത്രമാണ്. പണവും പ്രതാപവും ഒക്കെ അതിന്റെ ഭാഗം മാത്രമാണ്. സോ യു ഹാവ് ദ ability, you have the capability to create your own identity in this business. So create your own identity in this business. ഈ ബിസിനസ്സിൽ എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമുക്ക് ഉദയകിരണം ഈ 10 ദിവസം പ്ലാൻ ചെയ്തതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. കാരണം അടുത്ത മാസം നമ്മളെ സംബന്ധിച്ചോളം സംഭവബഹുലമായ മാസമാണ്. കാരണം കുറേയധികം പ്രോഗ്രാംസ് നമുക്ക് വരാൻ പോവുകയാണ്. അതിന്റെ തയ്യാറെടുപ്പ് ആണ് നമ്മൾ ഇരിക്കുന്നത്. ഈ മാസം 30 അതിന്റെ ഡെഡ് ലൈൻ. അടുത്ത മാസം നടക്കുന്ന എല്ലാ ഓഫറുകളിലും എല്ലാ പ്രോഗ്രാമുകളിലും പങ്കെടുക്കണമെങ്കിൽ ഡെഡ് ലൈൻ വെച്ചിരിക്കുന്നത് ഈ മാസം 30. നമുക്ക് കുറെ ഓഫറുകൾ തന്നിട്ടുണ്ട്. ഗുഡ് ഡോട്ടിന്റെ വലിയൊരു ഓഫർ നമുക്ക് തന്നിട്ടുണ്ട്. കേരളത്തിലെ 500ഓളം ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, 500ഓളം അസോസിയേറ്റ് ബയേഴ്സിനെ സെലക്ട് ചെയ്യുകയാണ്. അവരുടെ പർച്ചേസ് വോളിയം, ഗുഡ് ഡോട്ടിന്റെ ഉൽപ്പന്നങ്ങളുടെ പർച്ചേസ് വോളിയത്തെ ബേസ് ചെയ്തുകൊണ്ട് 500 പേരെ സെലക്ട് ചെയ്യുന്നു. 500 പേർക്ക് വേണ്ടി 5 സ്ഥലങ്ങളിൽ, തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, 5 മേഖലകളിൽ വെച്ച് ഗുഡ് ഡോട്ടിന്റെ വലിയൊരു സെലിബ്രേഷൻ നടക്കുകയാണ്. അതിൻ്റെ അകത്ത് ഈ 500 പേർക്കും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പങ്കെടുക്കാം. അവർക്ക് ഫ്രീ എൻട്രി ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രീ എൻട്രി കൊടുത്തിരിക്കുകയാണ്. അവർക്ക് അക്കോമഡേഷൻ ഫ്രീ ആണ്. അവിടെ എൻട്രി ഫീ, നമ്മൾ പലപ്പോഴും മീറ്റിങ്ങുകളൊക്കെ പോകുമ്പോൾ എൻട്രി ഫീ കാണുമ്പോൾ തലച്ചോറി ഇത് കൊടുക്കണോ വേണ്ടിയോ? ഈ മീറ്റിംഗ് പോകുമ്പോൾ ഒരു എൻട്രി ഫീ നിങ്ങൾ കണ്ട, ഫുഡിന് പൈസ കൊടുക്കണ്ട, ടോട്ടലി ഫ്രീ ആണ്. 500 പേർക്ക് മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ചെയ്യാം. അതിന് വേണ്ടത് എന്താണ്? 500-ൽ ഒരാളായി മാറുക എന്നുള്ളതാണ്. ഈ 500 പേരിൽ ഒരാൾ ആയി മാറിയാലുള്ള നേട്ടം എന്താണ്? ആ മീറ്റിംഗിൽ നറുക്കെടുപ്പുണ്ട്. 20 പേർക്ക് നറുക്കെടുപ്പിൽ കൂടി പ്രൈസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലും നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള അവസരം കിട്ടുകയാണ്. അതിന്റെ എൻട്രി ക്ലോസ് ചെയ്യുന്നത് ഈ മാസം 30 അത് മാത്രമല്ല, അതിൽ 5 പ്രൊഡക്റ്റ് നമുക്കറിയാം. ഗുഡ് ഡോട്ടിന്റെ 5 പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിലെ ബെസ്റ്റ്, ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന ആൾക്ക്, ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്ക്, അല്ലെങ്കിൽ സെൽഫ് ഐഡി ചെയ്യുന്ന ആൾക്ക് സ്പെഷ്യൽ പുരസ്കാരം കിട്ടുന്നതാണ്. മൊത്തം പ്രൊഡക്റ്റ് നമ്പർ 1 വരുന്ന ആൾക്ക്, എല്ലാ പ്രൊഡക്റ്റുകളും കൂടി നമ്പർ 1 വരുന്ന അവർക്കും സ്പെഷ്യൽ പ്രൊഡക്ഷൻ. അപ്പൊ ഒരു വലിയ സെലിബ്രേഷൻ ആണ്, വലിയൊരു എഡ്യൂക്കേഷൻ ഇവന്റ് ആണ്, വലിയൊരു വിഷൻ കിട്ടുന്ന ഇവന്റ് ആണ്. നമുക്ക് അടുത്ത മാസം 10-ാം തീയതിയാണ്, ജൂലൈ 10-ാം തീയതിയാണ് തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. 11-ാം തീയതി കോട്ടയത്താണ്, 12-ാം തീയതി നമുക്ക് തൃശ്ശൂരാണ്, 13-ാം തീയതി കണ്ണൂരാണ്, 14-ാം തീയതി കലാശക്കൊട്ടാണ്, കോഴിക്കോട്. ഏത് മീറ്റിംഗ് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. പക്ഷെ ഒരു സ്ഥലത്ത് മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ആ ഓഫർ ഈ മാസം 30-ാം തീയതി അവസാനിക്കുന്നത്. ഗുഡ് ഡോട്ടിന്റെ കേരളത്തിന് വേണ്ടി മാത്രമുള്ള സ്പെഷ്യൽ ഓഫറാണ്. നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളത് എനിക്ക് പറയുള്ളൂ. 30-ാം തീയതിക്കുള്ളിൽ സെൽഫ് ഐഡിയിൽ എത്ര കൂടുതൽ ചെയ്യാമോ അത്ര കൂടുതൽ ചെയ്യാം. പ്രൊഡക്റ്റിന്റെ ഒരു ചെറിയ ദൗർലഭ്യം വന്നെങ്കിലും അടുത്ത ദിവസം തന്നെ ഇത് പരിഹരിക്കും. വിത്തിൻ 2 days കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം പ്രൊഡക്ട്സ് എത്തും എന്നുള്ള ഇൻഫർമേഷൻ എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പ്രൊഡക്റ്റ് ഇല്ല അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ചിന്തകളൊന്നും വേണ്ട. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്യുക. കാരണം TCG പറഞ്ഞ ഒരു സെന്റൻസ് ഇതാണ്, നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ മാക്സിമം എന്ന് മാത്രം ചെയ്യാന്നുള്ളത്. ഇനി ഗുഡ് ഡോട്ടിന്റെ 2 ഓഫർ, പ്രധാനപ്പെട്ട 2 ഓഫർ ഉണ്ട്. ഒന്ന് റിഫ്രഷറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, നമുക്ക് എനർജി പ്രദാനം ചെയ്ത്, പക്ഷേ ഈ ക്ലാസ്സുകൾക്ക് എന്നെ സംബന്ധിച്ചുള്ള എനർജി പ്രദാനം ചെയ്ത് ഇതുപോലെ ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ്, നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ചൂടും അല്ലെ വേർപ്പിൽ കൂടി നഷ്ടപ്പെടുന്ന പല ലവണങ്ങളെയും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ കണ്ട്, ന്യൂട്രിചാർജ് റിഫ്രഷർ. അത് 60 എണ്ണം സെൽഫ് ഐഡിയിൽ ചെയ്യുന്ന ആൾക്ക്, ഓൾറെഡി കഴിഞ്ഞ മാസം അത് അവസാനിച്ചതായിരുന്നു, ഈ മാസം എക്സ്റ്റെൻഡ് ചെയ്തതാണ്. ഞാൻ ഓൾറെഡി എലിജിബിൾ ആണ്. എന്റെ ടീമിൽ ധാരാളം ആൾക്കാർ എലിജിബിൾ ആണ്, കേരളത്തിൽ ധാരാളം എലിജിബിൾ ആണ്. ഇനിയും ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ സെൽഫ് ഐഡിയിൽ ഒരു 60 പീസ് ആർക്കൊന്നും ചെയ്യാം. ഈ നിമിഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓഫറാണ്. 60 പീസ് സെൽഫ് ഐഡി ചെയ്യുക. ഒരു മനോഹരമായ ടീഷർട്ട്, നമുക്കറിയാം ഒരു ടീഷർട്ട് എന്തായാലും 100-300 രൂപ മിനിമം ആകും. ഒരു ഫ്രീ സൈസുള്ള ഒരു ടീഷർട്ട് നമുക്ക് എല്ലാവർക്കും കിട്ടുകയാണ്. അത് അടുത്ത മാസം 28-ാം തീയതി രാജഗിരി നടക്കുന്ന സുരേന്ദ്ര ഭട്ട് സാറിന്റെ, ഡയമണ്ട് സുരേന്ദ്ര ഭട്ട് സാറിന്റെ ട്രെയിനിങ്ങിൽ മൂർത്തി സാർ ആഗ്രഹിക്കുന്നത് കേരളത്തിലുള്ള എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ആ ടീഷർട്ട് ധരിച്ചു വരണം.
അത് ഞാൻ ഓൾറെഡി എലിജിബിൾ ആണ്. ഞാൻ എന്തായാലും അവിടെ അത് ധരിച്ചാണ് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും അവിടെ നമ്മൾ ഒറ്റപ്പെടാൻ ഇടയാകരുത്. ഞാൻ മുമ്പേ പറഞ്ഞു, ഒറ്റയാന്റെ കരുത്തോടുകൂടെ നിൽക്കണമെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഈ ഓഫർ എല്ലാവർക്കും ഓപ്പൺ ടു ഓൾ, എല്ലാവർക്കും ഓരോ ഡിസ്ട്രിബ്യൂട്ടർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിൾ ആണ്. കാരണം 1-2 മാസം ഉപയോഗം കൊണ്ട്, അല്ലെങ്കിൽ 1-2 കുറച്ച് പേർക്ക് കൊടുത്താൽ പോലും നമുക്ക് ഈ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന, ഉപയോഗിച്ച് തീർക്കാൻ പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റ്, വണ്ടർഫുൾ പ്രൊഡക്റ്റിന്റെ ഓഫറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്ത ഓഫർ എന്ന് പറഞ്ഞാൽ ഇതംപ്രദമായി ഇങ്ങനെ ഒരു ഓഫർ ഇതിനു മുമ്പ് ന്യൂട്രിചാർജിന് കിട്ടിയിട്ടില്ല. കാരണം വീരാംഗന ഓരോരുത്തരെയും അഭിമാനമാണ്. ഞാനൊരു വീരാണെന്ന് പറയുക, ഒരു വീരാംഗന. എന്റെ ടീമിലുണ്ട് പല വീരാംഗന. അവർ അഭിമാനത്തോടെ അവരുടെ ബാഡ്ജ് കാണിച്ചിട്ട് പറയുന്നുണ്ട്. വീരാംഗന അമ്പിളി മേഡം ഉണ്ട്, നമ്മുടെ രവീന്ദ്ര പണിക്കർ സാറുണ്ട്. ഇവരൊക്കെ വളരെ അഭിമാനത്തോടെ പറയുന്നുണ്ട്, ഞാനൊരു വീറാണ്, ഞാനൊരു വീരാംഗനയാണ്. അങ്ങനെ പറയാനൊരു അവസരം വളരെ കുറഞ്ഞ് 5 ന്യൂട്രിചാർജ് വൺ, വെറും 5 ന്യൂട്രിചാർജ് വൺ സെൽഫ് ഐഡിയിൽ ചെയ്തുകൊണ്ട് ഈ മാസം എൻട്രി നേടാം. ഈ മാസത്തിന്റെ അവസാനം അതിന് രജിസ്ട്രേഷൻ ഒക്കെ വരും. ആ രജിസ്ട്രേഷനിലേക്ക് ഉള്ള എൻട്രി ആണ്. അതിനുശേഷം 5 അടുത്ത മാസം ഞാൻ അതിനടുത്ത 5 ചെയ്യണം, അത് പിന്നീട് വരുന്ന കാര്യം. പക്ഷെ എൻട്രി നേടണമെങ്കിൽ 5 ന്യൂട്രിചാർജ് വുമൺ സെൽഫ് ഐഡിയിൽ ചെയ്താൽ ആർക്ക് വേണമെങ്കിലും വീരാംഗന ക്ലബിലേക്ക് എൻട്രി നേടാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ദ ഹാർഡസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാൻ കാരണമാണ് 5 ചെയ്യുക. അത് ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ച് വളരെ ഹാർഡായിട്ട് തോന്നും. പക്ഷേ നമ്മുടെ വിജയത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണെന്ന് ഓർമ്മ വേണം. 5. അപ്പൊ നിങ്ങൾക്ക് ന്യൂട്രിചാർജിന്റെ ട്രെയിനിങ് കിട്ടുകയാണ്, ന്യൂട്രിചാർജ് പ്രൊഡക്റ്റിനെ പറ്റിയുള്ള അവയർനെസ്, ന്യൂട്രിചാർജിന്റെ പ്രൊഡക്റ്റ് എങ്ങനെ സെയിൽ ചെയ്യണം, ധാരാളം നേട്ടങ്ങൾ അപ്പൊ എനിക്കും കിട്ടും, എന്റെ ടീമിനും കിട്ടും. അപ്പൊ ഈ ഒരു ഓഫർ ഇതെല്ലാം അവസാനിക്കുന്നത് ഈ മാസമാണ്. അപ്പൊ ഇത് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിനുശേഷം ഞാൻ ഓൾറെഡി പറഞ്ഞു, നാളെയും മറ്റന്നാളും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം കേരളത്തിൽ നടക്കുകയാണ്. ഗുഡ്ഡോട്ടിന്റെ ഫെസ്റ്റിവൽ നടക്കുകയാണ്, ഫുഡ് ഫെസ്റ്റിവൽ. നമുക്കറിയാം സുലഭ് വണ്ടർ വേൾഡ് ആലുവയിലാണ് നടക്കുന്നത്. നാളെയും മറ്റന്നാളും കൂപ്പണുകളൊക്കെ മിതമായ വിലയിൽ ലഭ്യമാണ്. RCFന്റെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഗുഡ്ഡോട്ടിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനുള്ള കാരണം നമ്മുടെ വീട്ടിൽ തന്നെ പാചകം ചെയ്യുന്നത് പോലെയാണോ കമ്പനിയുടെ പാചകം എന്ന് അറിയാൻ, അതിന്റെ റെസിപ്പിയൊക്കെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല അവസരം നമുക്ക് നാളെയും മറ്റന്നാളും സുലഭ് വണ്ടർ വേൾഡിൽ വെച്ചിട്ടുണ്ട്. അവിടെ കഴിയുന്നത്ര ആൾക്കാർ ദൂരെ നിന്നാണെങ്കിൽ പോലും നിങ്ങൾ വണ്ടർ വേൾഡ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ടീമിന്റെ ഒരു വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് പോയിക്കോളൂ. ഒരു സംശയമില്ല, ഇതൊക്കെ നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് നിങ്ങൾ മുടക്കുന്ന ഓരോ രൂപയും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുള്ള യാഥാർത്ഥ്യങ്ങൾ ഓർക്കുക. അപ്പൊ അതിലേക്ക് എത്തുക. അതിനുശേഷം നമുക്കറിയാം ഗുഡ്ഡോട്ടിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ വരുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, അടുത്ത മാസം 10-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് പങ്കെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം നമുക്ക് വരുന്നത് ഒരു എഡ്യൂക്കേഷണൽ ഇവന്റ് ആണ്. അടുത്ത മാസം ജൂലൈ മാസം 28-ാം തീയതി വളരെ മനോഹരമായ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അതൊരു സെലിബ്രേഷൻ പ്രോഗ്രാമായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഒപ്പം തന്നെ അത് ഓപ്പണർ ലെവലിന് മുകളിലുള്ള എല്ലാ വൈറ്റൽ ലെവൽ അച്ചീവേഴ്സിനും ഓപ്പണർ ആൻഡ് എബോവ് അതിന്റെ റെക്കഗ്നീഷൻ ഉണ്ടാകുന്നതായിരിക്കും. അവിടെ ഡയമണ്ട് സുരേന്ദ്ര ഭട്ട് സാറിന്റെ ഏറ്റവും മനോഹരമായ ട്രെയിനിങ്, അദ്ദേഹത്തിന്റെ ട്രെയിനിങ് ഒക്കെ പഠിക്കണം. കാരണം ഞാൻ ആദ്യമായിട്ട് 6 ബേസിക്സ് പഠിക്കുന്നത് അദ്ദേഹത്തിൽ നിന്നാണ്. ഒരു ദിവസം മുഴുവൻ എടുത്താണ് അദ്ദേഹം 6 ബേസിക്സ് പഠിപ്പിച്ചത്. നമ്മൾ 10 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന കാര്യം അദ്ദേഹം പോയിന്റ് വൈസ് ആയിട്ട് പഠിപ്പിച്ചത് ഏകദേശം ഒരു ദിവസത്തെ, അതും ബാംഗ്ലൂരിൽ വെച്ചാണ് അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചത്. ഒരു ഹോട്ടലിൽ അദ്ദേഹം ഞങ്ങളെ ട്രെയിനിങ് തരുന്നത് ഒരു ദിവസത്തെ ട്രെയിനിങ് ആണ്. ആലോചിച്ചു, 6 ബേസിക്സിന് വേണ്ടി ഒരു ദിവസം ട്രെയിനിങ്. ആ ട്രെയിനിങ് ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എന്റെ സ്റ്റാർ ഡയമണ്ടിലേക്കുള്ള യാത്രയ്ക്ക് തുടക്ക സമയത്ത് കിട്ടിയ പ്രചോദനമെന്ന്. അപ്പൊ അദ്ദേഹത്തിന്റെ ട്രെയിനിങ് നിങ്ങളെ എങ്ങനെ ഡയമണ്ട് ആക്കി മാറ്റാമെന്ന് അദ്ദേഹം പഠിപ്പിക്കും. അദ്ദേഹത്തിന്റെ ട്രെയിനിങ് ജൂലൈ മാസം 28-ാം തീയതി രാജഗിരി ഓഡിറ്റോറിയം, നമ്മുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള രാജഗിരി, അതിലൊരു എൻട്രി കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഞങ്ങളെ സംബന്ധിച്ച് വലിയ ത്രില്ലാണ്. ഈ RCFന്റെ സ്റ്റാർ എംബ്രാഡ് ആയിരിക്കുമ്പോൾ പോലും അതിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ ത്രില്ലിംഗ് ഇവന്റ് ആയിരിക്കും. അപ്പൊ അതിലേക്ക് നിങ്ങളൊക്കെ എത്തണമെങ്കിൽ ഈ മാസം അതിന്റെയൊക്കെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാണ്. 4500 PVയുടെ ബിസിനസ് മാത്രം ഏപ്രിൽ മെയ് ജൂൺ, ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ജൂലൈ മാസം 28-ാം തീയതിയാണ് ആ വണ്ടർഫുൾ ഫംഗ്ഷൻ നടക്കാൻ പോകുന്നത്. അതിലേക്ക് എൻട്രി നേടുക. അതോടൊപ്പം നമുക്കറിയാം ഓഗസ്റ്റ് മാസം 5-ാം തീയതി കോഴിക്കോട് വെച്ച് കമ്പനി സ്പോൺസേഡ് ട്രെയിനിങ്, പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ട്രെയിനിങ് ഇതിനു മുമ്പ് നടന്നിട്ടില്ല. കാരണം കമ്പനി ഒന്നും നമുക്ക് ട്രെയിനിങ് തന്നില്ല. നമുക്ക് ട്രെയിനിങ് തന്നിരിക്കുന്നത് സീനിയർ ലീഡേഴ്സിന്റെ ട്രെയിനിങ്, അല്ലെങ്കിൽ ആരുടെയും ട്രെയിനിങ് ഒക്കെ കേട്ട് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് കമ്പനി സ്പോൺസേഡ് ട്രെയിനിങ് ആണ്. അപ്പം ആധികാരികമായിട്ട് ഒരു പ്രൊഡക്റ്റിനെ പറ്റി പഠിപ്പിക്കുകയാണ്. അതാണ് കമ്പനിയുടെ ട്രെയിനിങ്ങിന്റെ പ്രാധാന്യം. ഫാക്ടറി ട്രെയിനിങ് ആണ് ശരിക്കും. അത് നടക്കാൻ പോകുന്ന അടുത്ത ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ്. അത് കോഴിക്കോട് വെച്ചാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം മെഗാ ഇവന്റ് കമ്പനി സ്പോൺസർ, RCFന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കമ്പനി സെലിബ്രേഷൻ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നത്. അത് സൗത്ത് സോണിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്, സൗത്ത് സോൺ മേഖല, സൗത്ത് ഇന്ത്യയിൽ നടക്കുന്നത് കൊച്ചി വെച്ചാണ്, എറണാകുളത്ത് വെച്ചാണ്.
അപ്പൊ അതിലേക്കും, അതായത് ഓഗസ്റ്റ് മാസം 25-ാം തീയതിയാണ് പ്രോഗ്രാം വരുന്നത്. ഓഗസ്റ്റ് മാസം 25-ാം തീയതി ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. അതിന് എല്ലാത്തിനെയും പ്രിപ്പറേഷൻ ചെയ്യേണ്ട മാസം ഈ മാസം കൊണ്ട് കഴിയുകയാണ്. അതിലേക്ക് എൻട്രി നമുക്കറിയാം, അതിലേക്കുള്ള എൻട്രിക്കൊക്കെ ഉള്ള മാസമാണ്. ഇപ്പൊ സെലിബ്രേഷൻസ് എല്ലാം നടക്കാൻ ഇതിനെല്ലാം ഇതിലേക്ക് നമ്മൾ പങ്കെടുക്കുക എന്നുള്ളതാണ്. പങ്കെടുത്തു കഴിഞ്ഞാൽ RCM തരുന്ന നേട്ടങ്ങളെ പറ്റി നമുക്ക്, അപ്പൊ നമ്മൾ തന്നെ പങ്കെടുക്കുക എന്നുള്ളതല്ല, നമുക്ക് വേണ്ട TCG പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട സെന്റൻസോട് ഞാൻ ഓർമ്മിപ്പിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. TCG പറഞ്ഞു, ആപ്കാ സഹയോഗ് ചാഹിയേ, നിങ്ങളുടെ സഹകരണം വേണം. എനിക്ക് നിങ്ങളുടെ ദാനമല്ല വേണ്ടത്, നിങ്ങളുടെ ഡൊണേഷൻ അല്ല വേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ, നിങ്ങളുടെ ബന്ധുക്കളാകാം, സുഹൃത്തുക്കളാകാം, പരിചയക്കാരാകാം, അയൽവക്കക്കാരാകാം, അവരെയൊക്കെ RCMലേക്ക് കൊണ്ടുവരിക. അപ്പൊ അവരെയൊക്കെ RCMലേക്ക് കൊണ്ടുവരുന്ന അവരുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ആദ്യം. നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക. ഇതുവരെ മിണ്ടാത്ത ആളോട് നേരിട്ട് പോയി മിണ്ടുക. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരാളുടെ ഹൃദയം നേടാൻ പറ്റിയാൽ നിങ്ങൾ RCM ബിസിനസ് വിജയിച്ചിരിക്കും. അപ്പൊ നല്ല ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, അവരെയൊക്കെ RCMലേക്ക് കൊണ്ടുവരിക. കമ്പനി ട്രെയിനിങ് കൊടുത്തോളും, കമ്പനി സെലിബ്രേഷൻ നടത്തിക്കോളും, കമ്പനി എല്ലാം ചെയ്തോളും. അപ്പൊ അവരെ നല്ല മനുഷ്യരാക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റും. അതിനുള്ള സഹകരണമാണ് വേണ്ടത്. ഇവിടെ ഒരു കുടുംബത്തെ മാത്രം പരിചയപ്പെടുത്തി നിർത്തുകയാണ്. നമുക്കൊക്കെ അറിയാം, US-ന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ ശ്യാം അഗർവാൾ, അദ്ദേഹം സ്റ്റാർ റൂബിയാണ് ഇന്ന് RCMൽ. അദ്ദേഹത്തിന് 2 സഹോദരന്മാരാണുള്ളത്. ഒന്ന് സച്ചിൻ അഗർവാളും 2 വികാസ് അഗർവാളും. ഒരു കുടുംബത്തിലെ 3 പേര് അവർ ഒന്നിച്ച് ഒരു കുടുംബത്തിലാണ് ഇപ്പോഴും താമസിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുള്ളൂ, ഒരു കുടുംബത്തിൽ RCMനെ സ്വീകരിച്ച 3 ചേട്ടനിയന്മാര്. ഒരാള് മൂത്തയാള് സച്ചിൻ അഗർവാൾ ഇന്ന് RCMന്റെ റൂബിയാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ ശ്യാം അഗർവാൾ സ്റ്റാർ റൂബിയാണ്. അദ്ദേഹത്തിന്റെ സഹോദരനാണ് വികാസ് അഗർവാൾ സ്റ്റാർ എമറാൾഡ്. ചേട്ടനൊന്നും അനിയനില്ല RCMൽ. ഒരാൾ സ്റ്റാർ എമറാൾഡ്, ഒരാള് റൂബി, ഒരാള് സ്റ്റാർ റൂബി. ഒരു കുടുംബത്തിൽ ഒന്നിച്ച് താമസിക്കുമ്പോൾ എത്ര സന്തോഷമായിരിക്കും. എന്താണ് സംഭവിച്ചത്? അദ്ദേഹം തന്റെ അനിയന്മാരോടൊക്കെ RCMനെ പറ്റി പറഞ്ഞു. അവരൊക്കെ RCM സ്വീകരിച്ചു. ഇന്ന് RCMൽ ഒരു പോസ്റ്റ് ലൈഫ്, ഒരു എൻ്റർലി ഡിഫറെന്റ് ലൈഫ്. കാരണം അവരുടെ ലൈഫ് നിങ്ങൾക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ഒരാൾ മാത്രം RCMൽ ഡയമണ്ട് എമറാൾഡ് ആയാൽ, അല്ലെങ്കിൽ സ്റ്റാർ എമറാൾഡ് ആയ കുടുംബത്തിൽ എത്ര സന്തോഷമാണ് വരുന്നത്, എത്ര മെച്ചപ്പെട്ട ജീവിതമാണ്, എത്ര സന്തോഷകരമായ ജീവിതമാണ്. അപ്പോൾ ഒരു കുടുംബത്തിൽ 3 പേര് RCMന്റെ ഹയർ ലെവലിൽ എത്തിയാലോ. അപ്പൊ ഇതിനുള്ള ഏറ്റവും നല്ലൊരു സംവിധാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സംവിധാനത്തെ 100% ഉൾക്കൊള്ളുക, 100% ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുക, സ്വയം എഡ്യൂക്കേഷൻ നേടുക, സ്വയം മോട്ടിവേഷൻ നേടുക, സ്വയം വിഷൻ കണ്ടെത്തുക. നിങ്ങൾക്ക് RCMൽ സക്സസ് ഉണ്ടാകും. ഇങ്ങനെ അവസരം തന്ന മൂർത്തി സാറിനും കേരളത്തിലെ എൻ്റെ RCM ഫാമിലിക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച നമ്മുടെ പ്രിയപ്പെട്ട എമറാൾഡ് സന്തോഷ് സാറിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, എല്ലാവർക്കും ജീവിതത്തിൽ വിജയം ഉണ്ടാകട്ടെ, എല്ലാവരുടെയും ജീവിതം മധുരതരമായി മാറട്ടെ, എല്ലാവർക്കും മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്നവരായി മാറട്ടെ, എല്ലാവർക്കും RCMൽ സ്വന്തം ഐഡന്റിറ്റി ഉണ്ടാകട്ടെ, എല്ലാ നേട്ടങ്ങളും RCMൽ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇങ്ങനെ അവസരം മൂർത്തി സാറിനും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ജയ RCM.